The novel Atreyakam by Mrs. R. Rajeshri narrates the story of Niramitran, the son of King Drupada of the Panchala kingdom, as depicted in the Mahabharata. Much like the alternative explorations seen in M.T. Vasudevan Nayar's Randamoolam and Vivekanand's Karnan, Atreyakam too embarks on a unique and thought-provoking narrative journey. In the original Mahabharata story, the son of King Drupada is known as Shikhandi, a character marked by an ambiguous identity, neither distinctly male nor female, and often considered a disgrace to both the kingdom and his parents by virtue of his birth. Shikhandi, a person whose gender identity defies definition, has drawn significant attention as a unique character, and even today, people often use the term Shikhandi to refer to those who do not conform to conventional gender traits. However, Atreyakam gives this exceptional character a different name, Niramitran. Centering on this rare persona, the novel offers a powerful interpretation of life where concepts of dharma and adharma, virtue and sin, are weighed on the scales of human experience. Today, Priyaraj Govindaraj presents a reading from Atreyakam, and it is particularly noteworthy that the novelist R. Rajeshri herself joins the session. Everyone is invited to this storytelling segment from Atreyakam, featured as part of the Oru Kathayundu series, presented by Priyaraj for Mathrubhumi Books. Thank you. Thank you. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് ഈ പമ്പയുടെ തീരത്ത് ഇങ്ങനെ വളരെ മനോഹരമായൊരു ആത്രേയകത്തിനുള്ളിൽ ഇത് നടക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അവിടെ ഇതുപോലെ കഥ കേൾക്കാൻ കുറച്ച് പേരുടെ അവരുടെ മുമ്പിലിരുന്ന് ആത്രേയകം കഥ പറയാനും അത് എഴുതിയ എഴുത്താളുടെ മുമ്പിൽ വെച്ച് തന്നെ അത് അവതരിപ്പിക്കാനും കിട്ടുന്ന ഒരു അവസരത്തെ ഞാൻ ഏറ്റവും അസുലഭമായ ഒരു അവസരമായിട്ട് കാണുകയാണ്. ആദ്യമേ ആ അവസരത്തിന് ഞാൻ ടീച്ചറോട് നന്ദി പറയുന്നു. ആൻഡ് ഐ ഡെഫിനറ്റ്ലി എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്സ് ഞാൻ അറിയിക്കുന്നു കനകം ഹാമം മാഡത്തിനടുത്ത്, അതുപോലെ തന്നെ വിശ്വനാഥ് സാറിനടുത്തും. അവർ രണ്ടുപേരുമാണ് സ്നേഹത്തോടെ ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കണം ഇത്തവണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ക്ഷണിച്ചത്. വളരെ സന്തോഷം. ഒരു മിനിറ്റ്. നമസ്കാരം എല്ലാവർക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ശരിക്കും നന്ദി പറയേണ്ടത് പ്രിയനോടാണ്. കാരണം പ്രിയൻ ഈ നോവൽ അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന കോംപ്ലിമെൻറ്റ്സ് മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനാണ്. അപ്പോൾ ആ കോംപ്ലിമെൻറ്റ്സ് മുഴുവൻ കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഞാൻ ഈ വേദിയെ കാണുകയാണ്. ഇത് ശരിക്കും ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. ഞാൻ കുറച്ച് മുമ്പ് അതും പ്രിയനടുത്ത് പറഞ്ഞു, എനിക്ക് വളരെ അഭിമാനമുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഒരുപാട് മനുഷ്യർ, കലയെയും എഴുത്തിനെയും സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട്. ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു ജോലിയാണ്. അത് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ശരിക്കും കനകഹാമ മാഡത്തിനോട് ശരിക്കും ഹാറ്റ്സ് ഓഫ്. അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സാമൂഹിക സ്ഥിതിയിൽ, ഈ ഒരു വ്യവസ്ഥിതിയിൽ ഇത് വളരെ വലിയ കാര്യമാണ്. നമുക്ക് ചെറുതായിട്ട് തോന്നുന്ന പല കാര്യങ്ങളുമാണ് പിന്നീട് ചരിത്രമായി രേഖപ്പെടുക. അങ്ങനെ ഇത് ഒരു ചരിത്രമാകട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഈ വേദി ഞങ്ങൾക്ക് തന്നതിൽ ആദ്യം ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. എല്ലാവരോടും സ്നേഹം. നമുക്ക് തുടങ്ങാം. പ്രിയമുള്ളവരെ, ഒരു കഥയുണ്ട്, ആത്രേയകം എന്നാണ് അതിൻ്റെ പേര്. ആർ രാജശ്രീ ടീച്ചർ, നമ്മുടെ ടീച്ചർ എഴുതിയ നോവൽ ആത്രേയകം ഇതിനോടകം തന്നെ കേരളത്തിൽ ഒരുപാട് ചർച്ചയായിട്ടുള്ള, ഒരുപാട് വായനകൾ ഉണ്ടായിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാന കാരണം ഇതിൻ്റെ പശ്ചാത്തലം മഹാഭാരതമാണ് എന്നുള്ളത് തന്നെയാണ്. മഹാഭാരതമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും മഹാഭാരതം അറിവുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്ന മഹാഭാരതത്തിൽ എവിടെയും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് ആത്രേയകം എന്നത്. എന്താണ് ആത്രേയകം? നമ്മൾ ഒരു ഉപകഥയിലും കേട്ടിട്ടില്ല, ഒരു പാട്ടിലും കേട്ടിട്ടില്ല. മഹാഭാരതത്തെക്കുറിച്ച് പറയുന്ന ഒരിടത്തും ആത്രേയകം എന്ന വാക്കില്ല. പിന്നെ ഈ ആത്രേയകം എവിടെ നിന്ന് വന്നു? ഈ പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് ഇതാണ്, എന്താണ് ആത്രേയകം? അതുകൊണ്ട് ആത്രേയകം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കഥ ആരംഭിക്കാം. ഒരു കഥയുണ്ട്,
ആത്രേയകം. ആത്രേയകം ഒരു അതിർത്തി ഗ്രാമമാണ്. മഹാഭാരതത്തില് പ്രധാനമായും 3 രാജ്യങ്ങളെ നമുക്ക് എടുത്തു പറയാം. അതിലൊന്ന് ഹസ്തിനപുരമാണ്, പിന്നെ പാഞ്ചാലം, പിന്നെ ദശാർണം എന്ന രാജ്യം. ഇങ്ങനെ ഈ 3 രാജ്യങ്ങൾക്കും അതിർത്തി പങ്കിട്ട് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമം, കാട് മൂടിയ ഒരു ഗ്രാമമാണ് ആത്രേയകം എന്ന ദേശം. ഈ അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ ഇതാരുടെ ഗ്രാമം, അല്ലെങ്കിൽ ആരാണ് ഇവിടെ അധികാരം ഏറ്റിരിക്കുന്നത് എന്നതിലൊക്കെ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആത്രേയകത്തെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി കാണാം. ഇത് ആർക്കും വേണ്ടാത്തതാണ് എന്നും. ആത്രേയകം ഒരു അതിർത്തി ഗ്രാമമായിരിക്കെ തന്നെ അത് ആരുടെയും അല്ല എന്ന ഒരു സ്വത്വം കൂടി ആത്രേയകത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ച്. എങ്കിലും പാഞ്ചാലത്തിന്റെ അധീനത്തിലാണ് ആത്രേയകം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. അപ്പൊ ഈ അതിർത്തി ഗ്രാമമാകുമ്പോൾ വേറൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. അവിടെ ആരാണ് കഴിയുന്നത് എന്നതാണ്. നമ്മൾ ഈ പൂച്ചേനെയൊക്കെ കൊണ്ട് കളയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, നമുക്ക് വേണ്ടാത്തതിനെയൊക്കെ നമ്മൾ കൊണ്ട് ഉപേക്ഷിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണ് ആത്രേയകം. ആർക്കും വേണ്ടാത്ത ആളുകളാണ് അവിടെ കഴിയുന്നതും. യുദ്ധത്തിൽ പരിക്കേറ്റ മനുഷ്യര്, നിരാലംബരായ മനുഷ്യര്, വൃദ്ധരായിട്ടുള്ള ആളുകൾ, അസുഖം ബാധിച്ച ആളുകൾ, കാല് വയ്യാത്തവര്, കൈ വയ്യാത്തവര്, അങ്ങനെയുള്ള അസുഖം ബാധിച്ച ആർക്കും വേണ്ടാത്ത, രാജ്യത്തിന് ഒന്നിനും കൊള്ളാത്ത ആളുകൾ വസിക്കുന്ന ഒരിടമാണ് ആത്രേയകം. ഇങ്ങനെ ഈ രോഗികളും നിരാലംബരുമായിട്ടുള്ള മനുഷ്യർ, വൃദ്ധരൊക്കെ ആയിട്ടുള്ള മനുഷ്യരുള്ളത് കൊണ്ട് തന്നെ ആത്രേയകത്തിൻ്റെതായിട്ടുള്ള ഒരു വൈദ്യ പാരമ്പര്യം ഉണ്ടായി വരികയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രകൃതിയും ഒരു അനുഗ്രഹം തന്നെയാണ്. ആത്രേയകത്തിന്റെ അരികുകളിലൂടെ ഒഴുകിയ നദിയുടെ കരകളിലെല്ലാം പ്രകൃതി ഔഷധം നിറച്ചു വെച്ചു. അവിടെയുള്ള ഔഷധ സസ്യങ്ങളെ അവിടെയുള്ള മനുഷ്യർ കണ്ടെത്തുകയും അവരുടേതായിട്ടുള്ള ചെറിയ ചികിത്സാ പാരമ്പര്യങ്ങൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചികിത്സാ പാരമ്പര്യം അവിടെ ഉണ്ട്, കളരിയുണ്ട്. അവിടെയുള്ള ചികിത്സ പക്ഷെ രാജ്യത്ത് അങ്ങനെ ആരും അംഗീകരിക്കുന്ന ഒരു ചികിത്സാ വിധികളല്ല. ആർക്കും വേണ്ടാത്ത ഒരു ചികിത്സാ വിധി തന്നെയാണ് അവിടെയുള്ളത്. പക്ഷെ ഇതിനെ അംഗീകരിക്കാത്ത ആളുകൾ തന്നെ പലരും അവിടെ രാത്രിയിൽ ഒളിച്ചും പാത്തും വന്ന് അവിടുത്തെ ചികിത്സ തേടി സുഖം പ്രാപിച്ചു പോകുന്നവരുമുണ്ട്. ആത്രേയകത്തിനൊരു വിശ്വാസമുണ്ട്, രോഗം ഭേദമാകുന്നതാണ് മരുന്ന് എന്ന്. ഇപ്പൊ നമ്മൾ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും, അജാനുബാഹുക്കളായിരിക്കും, അരോഗ ദൃഢഗാത്രരായിരിക്കും, പക്ഷെ അവരൊക്കെ ഉള്ളുപൂതലിച്ച മരങ്ങൾ പോലെ ഉള്ളിലെവിടെയോ അസുഖങ്ങൾ ഉള്ളവരായിരിക്കും എന്നാണ് ആത്രേയകം കരുതുന്നത്. ഇപ്പോ ചില അസുഖങ്ങൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ പറയും ചില പഥ്യങ്ങൾ, ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് എടുക്കരുത് എന്നൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിലും അയാൾ രോഗിയായിരിക്കും എന്ന് തന്നെയാണ് ആത്രേയകം വിശ്വസിക്കുന്നത്. രോഗിയല്ലാത്ത ആൾക്കെല്ലാം കഴിക്കാമല്ലോ. അപ്പോൾ എന്തോ കഴിക്കണ്ട എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തോ രോഗം അവശേഷിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ആത്രേയകം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആത്രേയകത്തിലെ ചികിത്സ പൂർണ്ണഭേദമാവുക എന്നുള്ളതാണ് ഒരു അസുഖത്തെ. ആ പാരമ്പര്യത്തെ കയ്യേറ്റി ഇപ്പോ കൊണ്ടു നടത്തുന്നത് ചൂടകൻ എന്ന വൃദ്ധനായ ഒരു മനുഷ്യനാണ്. കൺപീലികളൊക്കെ നരച്ച, കാഴ്ച മങ്ങി തുടങ്ങിയ ചൂടകനെ ഈ ചികിത്സയിൽ സഹായിക്കുന്നത് അയാളുടെ കൊച്ചുമകളായിട്ടുള്ള ഇളയാണ്. ഇനി നമുക്ക് നോവലിലെ കഥയിലേക്ക് വരാം. ഒരു ദിവസം ചൂടകനും ഇളയും വെളുത്ത പൂക്കളുള്ള ഒരു മരത്തിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോ ഇളയ്ക്ക് വലിയ ഉത്സാഹമാണ്. മുത്തച്ഛൻ്റെ കൂടെ ഈ കാട്ടിൽ മരുന്ന് ശേഖരിക്കാൻ പോകാനും അത് അരയ്ക്കാനും ഒരുക്കാനും ഒക്കെ വളരെ താല്പര്യത്തോടു കൂടി ഇടപെടുന്ന ഒരാളാണ് ഇള. അപ്പോ മുത്തച്ഛൻ ഈ വെളുത്ത മരത്തിന് മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, ഇളയോട് പറഞ്ഞു, അതിൻ്റെ ഇലകൾ നുള്ളിയെടുക്കണം എന്ന് പറഞ്ഞു. ഇള വേഗം വളരെ ഉത്സാഹവതിയായി മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് അവൾ നേരെ ഈ മരത്തിന്റെ മുന്നിലേക്ക് നടന്ന് നീങ്ങിയിട്ട് കൈ പുറകിലേക്ക് നീട്ടി. കത്തിക്ക് വേണ്ടിയാണ് അവൾ കൈ നീട്ടിയത്. അത് മുത്തച്ഛന് മനസ്സിലായി. മുത്തച്ഛൻ കയ്യിലൊരു അടി വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇരുമ്പ് തൊടരുത്, ഇലകൾ നുള്ളിയെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇലകൾ നുള്ളിയെടുത്ത് അതൊരു മൺപാത്രത്തില് എണ്ണയിൽ ഒഴിച്ച് 7 ദിവസം വെയിൽ കൊള്ളിച്ച് വെക്കണം. അകത്തേക്ക് സേവിക്കേണ്ടുന്ന മരുന്നാണ്, അത്ര നിഷ്ഠയോടെ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണത് എന്ന് മുത്തച്ഛൻ അവളോട് പറഞ്ഞു. അവൾ വീണ്ടും ഈ ചെടിയുടെ മുന്നിലേക്ക് ചെന്ന്
അതിൻ്റെ കൊമ്പ് ചായച്ച് ഇലകൾ നുള്ളിയെടുക്കാൻ തുടങ്ങി. ആ സമയത്ത് അവൾ ചോദിച്ചു, മുത്തച്ഛ, ഇതിൻ്റെ പേരെന്താണ്? ഇതെന്തിനുള്ളതാണ്? അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, ശ്വേതകുടജ, അതാണ് അതിൻ്റെ പേര്. ഇത് മുറിവിനും പഴുപ്പിനും ഒക്കെ വളരെ അത്യുത്തമമായ ഒരു മരുന്നാണ് മോളെ. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. നിനക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തകത്ത് ആരും അംഗീകരിക്കുന്ന ഒരു ചികിത്സാ വിധിയല്ല നമ്മുടേത്. പക്ഷേ ഒളിച്ചും പാത്തും ഇവിടെ വന്ന് തൊലി പൊട്ടിയും പഴുത്തൊലിച്ചും വരുന്ന മനുഷ്യരെ ഇളയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ സുഖം പ്രാപിച്ച് ഇവിടുന്ന് പോയിട്ടുള്ളതാണ്. അങ്ങനെ ഇവര് ഇലയൊക്കെ പറിച്ച് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ചപ്പുറത്ത് കാടിനുള്ളിലായി ഇള ഒരു അനക്കം കാണുന്നു. അപ്പൊ മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛ, ഒന്ന് നിൽക്കണം, അവിടെ ആ മരത്തിന് പിന്നിൽ ആരോ ഉണ്ട് എന്നവൾ പറഞ്ഞു. മുത്തച്ഛൻ പറഞ്ഞു, മോളെ, നമുക്ക് പോകാം. ഉച്ച കഴിഞ്ഞാൽ തന്നെ ഇരുട്ട് വീഴുന്ന കാടാണ്, അത്രയ്ക്ക് ഭീകരമായ കൊടും കാടാണ്. അതുകൊണ്ട് നമുക്കിനി അധിക നേരം ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോകാം. അല്ല മുത്തച്ഛ, അവിടെ ആരോ ഉണ്ട്, ആരുടെയോ ഞരക്കം ഞാൻ കേൾക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് ഇള പറയുന്നു. മുത്തച്ഛന് ഭയമായി. കാര്യം ഇതൊരു അതിർത്തി ഗ്രാമമാണ്, ഞാൻ പറഞ്ഞല്ലോ. ഏത് തരത്തിലുള്ള ആളുകളാണ് ഇവിടേക്ക് കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. ആരാണ് എവിടെ നിന്നാണ് വരിക, ആക്രമണം ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയാത്ത ഒരു സ്ഥലം കൂടിയാണത്. മുത്തച്ഛൻ്റെ അരയിലുള്ള കുറുങ്കത്തി എടുത്ത് പതുക്കെ ഇളയെ ഏൽപ്പിച്ചു, നീ ഇത് കയ്യിൽ വെച്ചോ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു നീങ്ങി. ആ മരത്തിന് പിന്നിൽ അവർ കണ്ടത് ഒരു മൺചതുപ്പിനുള്ളിൽ ഒരു മനുഷ്യൻ അകപ്പെട്ട് കിടക്കുന്നതാണ്. അയാളുടെ കണ്ണിലും മൂക്കിലും കാതിലും വായിലും അയാളുടെ ദേഹമാസകലം മണ്ണ് കൊണ്ട് മൂടിയിരിക്കുന്നു. അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ അയാൾ അവിടെ ബുദ്ധിമുട്ടുന്നതാണ് ഇവർ കാണുന്നത്. അവർക്ക് മനസ്സിലായി, ഇയാളെന്തായാലും ഉപദ്രവിക്കാൻ പോകുന്ന ഒരാളല്ല, അതിനുള്ള ശേഷി അയാൾക്കില്ല. മുത്തച്ഛൻ ഉടനെ രണ്ടുപേരെ കൂടി സഹായത്തിന് വിളിച്ചു. ബലനും ഗദനും അവർ രണ്ടുപേരും ഓടി വന്നു. കയറ് കെട്ടി ഈ മൺകുനയിൽ കിടന്നിരുന്ന ആളെ പുറത്തേക്ക് എത്തിച്ചു. എന്നിട്ട് രണ്ട് മുളയിൽ കെട്ടിവെച്ച് ഇദ്ദേഹത്തെ ഇവർ ആത്രേയകത്തിലേക്ക് എടുത്തു. ആത്രേയകത്തിൽ കൊണ്ടുപോയി അവിടുത്തെ വൈദ്യശാലയിൽ ഇയാളുടെ മണ്ണും ചെളിയും ഒക്കെ കഴുകി കളഞ്ഞപ്പോഴാണ് അവർ കാളെ പിടികിട്ടിയത്. അത് പാഞ്ചാലത്തിന്റെ രാജകുമാരൻ ദ്രുപദ മഹാരാജാവിന്റെ മകൻ നിരമിത്രനായിരുന്നു എന്നത്. അവരാകെ അതിശയിച്ചു പോയി. ഇതെങ്ങനെ, നിരമിത്രൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇങ്ങനൊരു ഗതി എങ്ങനെയാണ് ഒരു രാജകുമാരന് സംഭവിക്കുന്നത് എന്നതാണ് അവരെല്ലാവരും അതിശയിച്ചു പോയത്. എന്നിരുന്നാലും കഥയുടെ ഗതിക്ക് ഏറ്റവും ആവശ്യമായൊരു സന്ദർഭമാണത്. നിരമിത്രൻ ആത്രേയകത്തിലെത്തിയിരിക്കുന്നു എന്നത്. ടീച്ചറെ, നമുക്കിനി സംസാരിച്ച് തുടങ്ങാം അല്ലേ? ഇതിനിടയിൽ ഞാൻ ടീച്ചറോടും കൂടി ചില കാര്യങ്ങൾ ഈ കഥയുടെ ഇടയിൽ കൂടി നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ടാവും. ടീച്ചറെ, നിരമിത്രൻ ആത്രേയകത്തിലെത്തി. അങ്ങനെ നിരമിത്രന് മഹാഭാരതത്തിലെ യഥാർത്ഥ പേര് ശിഖണ്ഡി എന്നാണ്. ഈ കഥാപാത്രത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥാപാത്രമാണ്. ദ്രുപദന്റെ മകൻ ശിഖണ്ഡിയാണ്. ശിഖണ്ഡി എന്നത് വളരെ മനോഹരമായ ഒരു പേരാണ്, ഒരു കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ്. പീലി ചൂടിയവൻ എന്നാണ് ആ ശിഖണ്ഡി എന്ന വാക്കിനർത്ഥം. ഇത്രയും നല്ല പേരുണ്ടായിട്ട് എന്തിനാണ് ശിഖണ്ഡിയെ നിരമിത്രൻ എന്ന് ടീച്ചർ വിളിച്ചത്? എന്തിനാണ് ആൾക്ക് ഒരു പുതിയ പേര് കൊടുത്തത്? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ശിഖണ്ഡി എന്ന പേരുള്ള ആളിനെ അറിയാം? അതായത് അർജുനൻ എന്നുള്ള പേരിലുള്ള ആൾക്കാർ നമ്മൾ ഈ ഇടയിലൊക്കെ കാണും. സഹദേവൻ ഉണ്ടാവാം, അഭിമന്യു ഉണ്ടാവാം, കൃഷ്ണൻ ഉണ്ടാവാം, വിഷ്ണു ഉണ്ട്, കൃഷ്ണയുണ്ട്, താരയുണ്ട്, സീതയുണ്ട്, ശിഖണ്ഡി ഉണ്ടോ? അപ്പൊ പിന്നെ ഈ മയിൽപ്പീല് ചൂടിയ ആളെന്താ നമ്മുടെ ഇടയിലൊന്നും ഇരിക്കാത്തത്? പറ. ശിഖണ്ഡി എന്നുള്ള പേരിൽ എന്തോ പ്രശ്നം. ആ പേരിനൊരു പ്രശ്നമുണ്ട്. ആ പേര് ആർക്കൊക്കെയോ വിഷമം ഉണ്ടാക്കുന്നുണ്ട്, ആ പേരിൽ വിളിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ പേര് ചില ആൾക്കാരുടെയെങ്കിലും ട്രോമയെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു പേര് വിളിക്കപ്പെടുന്നത് കൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേര് ഉപയോഗിക്കാത്തതല്ലേ നല്ലത്? എല്ലാ വാക്കുകളും ഉപയോഗിക്കാനുള്ളത് മാത്രമല്ല, ചില വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് പുതിയ കാലത്തിന്റെ ഒരു വലിയ നീതിയാണ്. അത് എഴുത്ത്
അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക. അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഈ പുസ്തകത്തോടും ടീച്ചറോടും ഉള്ള ഒരു വലിയ ബഹുമാനം. ടീച്ചർ ഈ പുസ്തകത്തിൽ നോവലിലെ ഒരു ഭാഗത്തും ശിഖണ്ഡി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് മനഃപൂർവ്വം ഉപയോഗിക്കാതിരുന്നതാണ്. അത് ഒരു സുഹൃത്ത് ഈ നോവൽ വായിച്ചു നോക്കി, അവരാദ്യം പുസ്തകം കിട്ടിയപ്പം തുറന്നില്ല. കാരണം അവരോട് ആരോ പറഞ്ഞു ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കഥയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ പുസ്തകം വാങ്ങി. അവര് ആ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് തന്നെ അവരാദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി. നമ്മൾ അങ്ങനെ ഒരു വായന വായിക്കുമല്ലോ, അതായത് പുസ്തകം വായിക്കല്ല, നമ്മൾ കണ്ണുകൊണ്ട് ഓടിക്കുകയാണ്. കാരണം പണ്ടൊക്കെ ഞാൻ ബയോളജിയുടെ ഒക്കെ പുസ്തകം അങ്ങനെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ പല്ലിയുടെ ചിത്രം ഉണ്ടാവും അതിനകത്ത്. എനിക്ക് അതിനെ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മറച്ചു വെച്ചിട്ടാണ് വായിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു പുസ്തക വായന ഉണ്ടല്ലോ, അവരങ്ങനെ വായിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വായിച്ചിട്ട് പെട്ടെന്ന് അവരെല്ലാ പേജും മറിച്ചു നോക്കി. അവർ നോക്കുന്നത് ശിഖണ്ഡി എന്ന് പറയുന്ന വാക്ക് ആ നോവലിലുണ്ടോന്നാണ്. അവർ പറയാൻ കാരണം കുട്ടിക്കാലത്ത് അവരുടെ അച്ഛൻ അവരെ ഒരുപാട് ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കാണത്. ഈ നോവലിലെ ഏത് പേജിലാണ് ശിഖണ്ഡി എന്ന് പറയുന്ന വാക്ക് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയാത്തതുകൊണ്ടാണ് അവരത് പെട്ടെന്ന് മറിച്ചു നോക്കി ചെക്ക് ചെയ്തത്. അതില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ ആ നോവൽ വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ വായനയെക്കുറിച്ചുള്ള ഏറ്റവും നമ്മുടെ ചില ബോധ്യങ്ങളെയൊക്കെ പൊളിക്കുന്നതാണ് അങ്ങനത്തെ. അതായത് മുഖ്യധാരയിലുള്ള ഒരാളിന് ഇപ്പോൾ ഒരു ആൺകൂട്ടത്തിന്റെ തമാശ അല്ലെങ്കിൽ ഒരു പെൺകൂട്ടത്തിന്റെ തമാശ, അതിനകത്തൊക്കെ വളരെ ഓഫ് ഹാൻഡ് ആയിട്ട് നമ്മൾ രണ്ടും കെട്ട, ആണും പെണ്ണും കെട്ട എന്നൊക്കെ പ്രയോഗിക്കും. അത് ആണോ പെണ്ണോ എന്നുള്ള സുസ്ഥിരതയ്ക്കകത്ത് അതിന്റെ പ്രിവിലേജ് അനുഭവിച്ചുകൊണ്ട് ഇരുന്നിട്ടുള്ള ഒരു സംസാരമാണ്. അപ്പോഴും നാം വളരെ അശ്രദ്ധയോടുകൂടി പ്രയോഗിച്ച് വിടുന്ന ഒരു തമാശ പോലും ഹേർട്ട് ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് ആ ഒരു പേര് ഉപയോഗിക്കരുത് എന്ന് തീരുമാനിച്ചത്. അതുപോലെ തന്നെ അത് വേറൊരു പേര് ഉപയോഗിക്കുമ്പോൾ ആ പേര് വേറെ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാരണം മഹാഭാരതത്തില് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, നകുലന്റെ മകനായിട്ട് നിരമിത്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട്. അപ്പൊ ആ പേരെടുക്കുകയാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് കൃഷ്ണൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്? അതായത് ജനകീയനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്, ഒരു പൗരാണിക കഥാപാത്രമാണ്, അല്ലെങ്കിൽ ദേവനാണ് എന്നൊക്കെയുള്ള വിശ്വാസത്തിന്റെ മുകളിലാണല്ലോ അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരു നായക സ്ഥാനമുള്ള ഒരാൾ, നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ആ പേര് കൊണ്ട് നമ്മൾ ട്രിഗർ ചെയ്യപ്പെടുന്നില്ല. ആ പേര് നമ്മൾ ഓമനയോടുകൂടി പിന്നെയും പിന്നെയും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ആ പേര് വിളിക്കുന്നത് കൊണ്ട് നമുക്ക് പുണ്യം കിട്ടുന്നു. അങ്ങനെയൊക്കെയല്ലേ ആൾക്കാർ പേര് സ്വീകരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം ശിഖണ്ഡി എന്നുള്ള പേര് നിങ്ങൾ അത്രയും ഇഷ്ടത്തോടെ സ്വീകരിക്കുക, അന്നേരം ആ പേരിലൊരു നോവൽ വരും. എന്തായാലും ആത്രേയകത്തില് നിരമിത്രൻ എത്തിയത് എങ്ങനെയാണെന്നാണ് നമുക്കിനി പറയേണ്ടത്. ടീച്ചറെ, ഈ നോവലിന്റെ ആരംഭം, തുടക്കം ഭയങ്കര വലിയൊരു ഘോഷയാത്രയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. നിരമിത്രന്റെ കല്യാണ ഘോഷയാത്ര. നിരമിത്രന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. നിരമിത്രൻ വിവാഹം കഴിക്കുന്നത് തൊട്ടടുത്ത രാജ്യമായ ദശാർണത്തിലെ രാജകുമാരിയെയാണ്. അങ്ങനെ പാഞ്ചാലത്തിൽ നിന്ന് ഒരു വലിയ ഘോഷയാത്ര ദശാർണത്തിലേക്ക് യാത്രയാവുകയാണ്. ആ രംഗങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ആത്രേയകത്തിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു ഘോഷയാത്രയല്ല, മുമ്പില് വലിയ സൈന്യമുണ്ട്, കുതിരപ്പടയാണ് ഫ്രണ്ടിലുള്ളത്. അതിലൊക്കെ വീരരായിട്ടുള്ള യോദ്ധാക്കളുണ്ട്. അതിന് പിന്നിൽ വാദ്യക്കാരുണ്ട്. അതിന് പിന്നിൽ വീണ്ടും കാലാൾപ്പട. അതിന് പിന്നിൽ തേരുകൾ, അലങ്കരിച്ചതും അലങ്കരിക്കാത്തതുമായിട്ടുള്ള തേരുകൾ. അതിന് പിന്നിൽ എവിടെയോ ഒരു മഞ്ചൽ. ആ മഞ്ചലിനുള്ളിലാണ് നിരമിത്രൻ ഇരിക്കുന്നത്. മൂടിക്കെട്ടിയാണ് നിരമിത്രനെ മഞ്ചലിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ചുറ്റും പടയാളികൾ നിൽക്കുന്നുണ്ട്. ആയുധങ്ങൾ ഏന്തിയ പടയാളികളാണ് ചുറ്റുമുള്ളത്. അതിന് പിന്നിലും രഥങ്ങളുണ്ട്, അതിന് പിന്നിൽ കാലാളുണ്ട്, അതിന് പിന്നിൽ പിന്നെയും കുതിരയുണ്ട്, അതിന് പിന്നിൽ വീണ്ടും വാദ്യക്കാരുണ്ട്. അങ്ങനെ ഒരു വലിയ ഘോഷയാത്ര പാഞ്ചാലത്തിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയ പ്രശ്നം ദശാർണ രാജഭവന് കൂടി ഉണ്ടാകുന്നു. കാര്യം, എന്തിനാണ് ഒരു രാജകുമാരനെ ഇത്രയ്ക്ക് മറച്ച് പിടിച്ചു കൊണ്ടുപോകുന്നത് ഒരു രാജ്യം? സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു രാജകുമാരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിവാഹ ഘോഷയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ, അദ്ദേഹം വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ആളുകളൊക്കെ കൈയൊക്കെ വീശി കാണിച്ച് തൊഴുത് നമസ്കരിച്ച്, അത് അങ്ങനെ ആവുമല്ലോ ഒരു രാജകുമാരൻ പുറത്തേക്ക് പോവുക. ഇതെന്തിനാണ് ഈ നിരമിത്രനെ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ദശാർണ രാജാവിനാണ് അത് കൂടുതൽ പ്രശ്നമാവുന്നത്. കാര്യം, അയാളുടെ മരുമകനായിട്ട് വരേണ്ട ആളാണ്, മകളെ വിവാഹം കഴിക്കേണ്ട ആളാണ്. അയാൾക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ അയാൾ അങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന സ്വാഭാവികമായ സംശയം അയാൾക്കുണ്ടാവുന്നു. അത് മാത്രമല്ല, അയാളോട് പറഞ്ഞിരിക്കുന്നു, ഈ യാത്ര ഇവർ കാമ്പില്യം എന്ന തൊട്ടടുത്തുള്ള ഒരു രാജ്യത്തെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ നിന്ന് ദശാർണത്തിന്റെ സൈന്യം കൂടി ഇവരെ അനുഗമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പേര് പോരാതെ ഇനി
കാമ്പില്യത്തിൽ നിന്നുള്ള തുടർയാത്രയിൽ ദശാർണ സൈന്യവും കൂടി ഇവരോടൊപ്പം ചേരണമെന്ന് ദ്രുപദ രാജാവ് ഓർഡർ ഇട്ടിരിക്കണം. അത് എന്തിനാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്. എന്താണ് ടീച്ചറെ പ്രശ്നം? എന്താണ് നിരമിത്രനെ അങ്ങനെ പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത ഒരാളാണോ? നിരമിത്രനെ പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത ആളായതുകൊണ്ടല്ല. പക്ഷെ എല്ലാ ഭരണകൂടങ്ങൾക്കും കുറെ രഹസ്യങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മളിപ്പം ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ സ്വതന്ത്ര വ്യക്തിത്വമൊന്നും അല്ല. നമ്മളെല്ലാവരും സർവൈലൻസിലാണ്. എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. അതായത് നമ്മളിപ്പം വേണ്ട, നമ്മളൊരു കാര്യം മനസ്സിലാലോചിച്ചിട്ട് ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സജഷൻ വരും. അതായത് അങ്ങനെ ഒരു രഹസ്യമായിട്ടുള്ള ആന്തരിക ലോകം പോലും മനുഷ്യനില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തില് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കാത്ത ഒരു ഭരണകൂടം അവരുടെ എല്ലാ പൗരരെന്നുള്ളത് ജനാധിപത്യ കാലത്തെ പ്രയോഗമാണ്. പഴയ കാലത്താകുമ്പോൾ അത് പ്രജയാണ്. രാജാവിന് പ്രജ, ജനാധിപത്യ പൗരൻ കുറച്ചുകൂടി അവകാശമുള്ള ഒരാളാണ്. ഇത് പ്രജയാണ്. അപ്പൊ അതില് നിരമിത്രനും പ്രജ തന്നെയാ, പാഞ്ചാലത്തിന്റെ പ്രജയാണ്. പാഞ്ചാലത്തിന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ പാഞ്ചാലത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയാവാൻ, പാഞ്ചാലത്തിന്റെ ദേശീയതയെ പ്രതിനിധീകരിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ആളാണ് നിരമിത്രൻ. പാഞ്ചാലത്തിന്റെ മാനം കാക്കാനുള്ളതാണ്. അപ്പൊ ഇയാളെ ഒളിച്ചോടിപ്പോയാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. അതിനകത്ത് ഈ ഒരു വിവാഹത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു പോവാനുള്ള ഒരു സാധ്യത ദ്രുപദനോ നേരത്തെ മണത്തറിഞ്ഞിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ അത് അപമാനകരമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. പ്രത്യേകിച്ച് ദശാർണം പോലുള്ള ഒരു രാജ്യവുമായിട്ടുള്ള സാമന്ത ബന്ധം നിലനിൽക്കാൻ പോകുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആധുനിക സമൂഹത്തിൽ പോലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഏർപ്പാടല്ല. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് സമൂഹങ്ങൾ തമ്മിൽ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ ആവാം. അങ്ങനെ വരാലോ. അപ്പൊ അതുകൊണ്ട് അത് പലപ്പോഴും രാജ്യകാര്യങ്ങളാവാം ഇല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ പോലും വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിലല്ല, അത് നാട്ടുകാർ മുഴുവൻ ഇടപെടുന്ന ഒരു ഏർപ്പാടാണ്. നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ് നമ്മുടെ വിവാഹങ്ങളെ ഉറപ്പിച്ചു നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രോഗ്രസ് കാർഡും കൊണ്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. ആ പ്രോഗ്രസ് കാർഡിൽ എല്ലാത്തിനും ശരി വേണം, അല്ലെങ്കിൽ A+ വേണം. അങ്ങനെ അല്ലാതെ ജീവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ പരിശീലിക്കപ്പെടുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ ചില പോളിസികളെ സാറ്റിസ്ഫൈ ചെയ്ത് തരേണ്ട ആൾക്കാരാണ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ നമ്മളാണ്, ശരിക്കും നമ്മുടെ ഒരു കഷ്ണാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ നടത്തിയെടുക്കാൻ വേണ്ടുന്ന ആളുകളാണ്. അവർ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നു, നമ്മൾ പുറകിലിരുന്ന് ചരട് വലിക്കുന്നു. അതാണ് പരിപാടി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏർപ്പാടിനാണ് രമിത്രനെ കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നീറ്റ് പരീക്ഷ എഴുതാൻ കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണ് ഞാൻ രണ്ടാമത് പറയുന്നില്ല. അതായത് കുട്ടികളെ നമ്മൾ പൊതിഞ്ഞു സൂക്ഷിച്ചാണ് കൊണ്ടുപോകുന്നത്. അവർ ഒരു പരാജയവും അറിയാൻ അനുവദിക്കില്ല നമ്മള്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇതിനകത്ത് നിരമിത്രൻ ഇവിടെ സ്റ്റേറ്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആക്ട് ചെയ്യാനുള്ള ഒരു പ്രജ മാത്രമാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അത് രാജകുമാരനായാലും അത്രയേ ഉള്ളൂ. അതിന് പ്രധാനമായും മറ്റൊരു കാരണം കൂടി വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം ഈ നോവലിൽ തന്നെ. നിരമിത്രൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കൂട്ടുകാരി നിരമിത്രനുണ്ട്. അവരുടെ പേര് വിശാഖ എന്നാണ്. അപ്പോൾ വിശാഖ ഈ യാത്രയിൽ കൂടെ പോകരുത് എന്ന് നിരമിത്രന്റെ അമ്മ നേരത്തെ വിലക്കിയിട്ടുണ്ട്. കാര്യം ഇവരൊക്കെ ആയിട്ടുള്ള കൂട്ട് നിരമിത്രന് ഒട്ടും യോജിച്ചതല്ല എന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിരമിത്രന് ഏറ്റവും പ്രിയപ്പെട്ട തോഴിയാണ് വിശാഖ. വിശാഖയോടൊപ്പമാണ് അയാളുടെ ചെറുപ്പവും കുട്ടിക്കാലവും ഒക്കെ അയാൾ കളിച്ചു വളർന്നു വന്നത്. ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ നിരമിത്രൻ പറഞ്ഞു, ഇല്ല, ഞാൻ വിവാഹത്തിന് പോകുന്നുണ്ടെങ്കിൽ വിശാഖയും ഈ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് നിരമിത്രൻ വാശി പിടിക്കുന്നു. അമ്മ സമ്മതിക്കുന്നില്ല. ഒടുവിൽ ഇയാൾ പോവില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം വിശാഖയെ വാദ്യക്കാരുടെ കൂട്ടത്തിൽ നടക്കാൻ അമ്മ അനുവദിച്ചിട്ടുണ്ട്. അവൾ അവിടെ എവിടെയോ ഉണ്ട് എന്ന് മാത്രം നിരമിത്രൻ അറിയാം. ഇനി ഈ പാഞ്ചാലത്തിന്റെ തലസ്ഥാനം ഈ വിട്ടതോടുകൂടി തന്നെ, ഈ ഘോഷയാത്ര കടന്നു പോയതോടുകൂടി തന്നെ നിരമിത്രൻ വിശാഖയെ തൻ്റെ മഞ്ചലിലേക്ക് ആളെ വിട്ട് വിളിപ്പിക്കുകയാണ്. അപ്പോൾ വിശാഖ ഓടി മഞ്ചലിൻ്റെ അടുത്ത് വരുന്നു. മഞ്ചലിൻ്റെ അടുത്ത് വരുമ്പോൾ മഞ്ചൽ ചുമക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനത്തിനെയും കൂടി ചുമക്കണമല്ലോ. ഓൾറെഡി അവർ ചുമക്കുന്നത് മറ്റൊരു സാധനത്തിനെയാണ്, ഇനി ഇതിനെയും കൂടി ഞങ്ങൾ ചുമക്കണമല്ലോ എന്നതാണ്
അവരുടെ മനസ്സിൽ പോകുന്നത്. നോക്കണേ, പടയാളികളുടെ കരിശം അവരവരുടെ കുതിരകളുടെ മുകളിലാണ് തീർത്തത്. എല്ലാ കുതിരകളുടെയും മുകളിലേക്ക് ചമ്മട്ടി വീഴുന്നുണ്ട് വരി വരിയായി. അവരുടെ അരിശം മുഴുവനും തീർക്കുന്നത് അങ്ങനെയാണ്. എന്നിരുന്നാലും നിരമിത്രന്റെ നിർബന്ധപ്രകാരം വിശാഖ ഈ മഞ്ചലിനുള്ളിലേക്ക് കയറുന്നു. അപ്പോ നിരമിത്രന് മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. ഈ പോകുന്ന വഴിയിൽ എവിടെയോ ആണ് ആത്രേകം എന്ന് നിരമിത്രൻ അറിയാം. എവിടെയാണെന്നോ എങ്ങനെയാണ് പോകേണ്ടത് എന്നോ അറിയില്ല. പക്ഷേ ഈ യാത്ര മുഴുമിപ്പിക്കാതെ, ഈ യാത്ര കാമ്പില്യത്തിൽ തമ്പടിക്കുന്ന സമയത്ത് ആ രാത്രിയിൽ ഇവിടെ നിന്ന് വേഷപ്രച്ഛന്നരായി ഒളിച്ചോടാനാണ് നിരമിത്രനും വിശാഖയും പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന് ഒരു പ്ലാനും ഉണ്ട്. അവരുടെ കയ്യിലൊരു പ്ലാനുണ്ട്. വിശാഖ കുറച്ച് ഉടപ്പുടവകൾ കയ്യിലെടുത്തിട്ടുണ്ട്. സ്ത്രീകൾ അണിയുന്ന ചില വസ്ത്രങ്ങൾ വിശാഖയുടെ കയ്യിലുണ്ട്. അപ്പൊ രാത്രിയുടെ ഇരുളിൽ അവര് ഈ വേഷം മാറി, വേഷപ്രച്ഛന്നരായി, സ്ത്രീകളായി വേഷം മാറി അവിടെ നിന്ന് ഒളിച്ച് കടന്നു കളയാം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. വിവാഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിരമിത്രൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പൊ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് വിശാഖയെ നിരമിത്രൻ മഞ്ചലിനുള്ളിലേക്ക് വിളിച്ച് വരുത്തുന്നത്. പക്ഷേ മറ്റൊരു സംഭവം ഇവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടാകുന്നു. മുന്നിൽ പോയ ഒരു കുതിരക്കാരൻ പെട്ടെന്ന് മറിഞ്ഞ് താഴെ വീണിരിക്കുന്നു. ഒഴുക്ക് നിലച്ച നദി പോലെ ഈ ഘോഷയാത്ര പെട്ടെന്ന് നിന്നുപോയി. അപ്പോ ഈ യാത്രയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിട്ടുള്ള വിപുലൻ അവിടുത്തെ ഒരു ഉപസൈന്യാധിപനാണ് പാഞ്ചാലത്തിന്റെ. ദ്രുപദന്റെ ഏറ്റവും വിശ്വസ്തനായ വിപുലൻ കുതിരപ്പുറത്ത് പാഞ്ഞു നേരെ മുന്നിലേക്ക് ഓടിയെത്തുന്നു. എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോ കുതിരപ്പുറത്ത് പോയിരുന്ന ഒരു സേനാ നായകൻ താഴെ വീണ് കിടക്കുന്നു. അയാളുടെ മുഖത്ത് വലിയൊരു മുറിവും പറ്റിയിട്ടുണ്ട്. അത് വീഴ്ചയിൽ പറ്റിയ മുറിവല്ല. എന്തോ ഘനമേറിയ ആയുധം കൊണ്ട് ആരോ ആക്രമിച്ചതാണെന്ന് വിപുലൻ പെട്ടെന്ന് തിരിച്ചറിയുന്നു. വിപുലൻ പെട്ടെന്ന് ചുറ്റും കണ്ണോടിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന്. എവിടെ നിന്ന് വേണമെങ്കിലും ആക്രമണം ഉണ്ടാവാം. പക്ഷേ വിപുലൻ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു. അവിടെ ഒരു പ്രത്യാക്രമണം ഒരിക്കലും ഉചിതമായ ഒരു കാര്യമല്ല. എത്രയും പെട്ടെന്ന് ആ ദേശം വിട്ടുപോകുന്നതാണ് അവർക്ക് നല്ലത്. കാര്യം രാജകുമാരൻ സുരക്ഷിതനായി അവിടെ ഉണ്ടാവേണ്ടത് ഇയാളുടെ ആവശ്യമാണ്. ഈ വിവാഹം നടത്തേണ്ടുന്നത് വിപുലന്റെ വലിയ ഉത്തരവാദിത്തമാണ്. ഒരു രാജ്യം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവുമായിട്ടാണ് വിപുലൻ യാത്രയായിരിക്കുന്നത്. അതുകൊണ്ട് വിപുലൻ ഉടനെ തന്നെ ഒരു പദ്ധതി ഇടുന്നു. ഈ പരിക്കേറ്റ പടയാളിയെ ഒരു തേരിലേക്ക് മാറ്റാൻ ഉടനെ ഉത്തരവാകുന്നു. മുന്നിലുള്ളവർ പെട്ടെന്ന് പന്തം തെളിയിച്ച് കടന്നു പോവുക. പിന്നാലെ ഉള്ളവർ അവരുടെ പിന്നാലെ തന്നെ ഉടനെ കടന്നു പോവുക. എല്ലാവരും കുനിഞ്ഞു കിടക്കുക. കുതിരപ്പുറത്തുള്ളവരെല്ലാം കമിഴ്ന്ന് കിടക്കുക. എന്നിട്ട് പെട്ടെന്ന് കടന്നു പോവുക എന്ന നിർദ്ദേശം വിപുലൻ കൊടുക്കുകയും നേരെ നിരമിത്രന്റെ മഞ്ചലിനടുത്തേക്ക് വരികയും ചെയ്യുന്നു. എന്നിട്ട് മഞ്ചലിന്റെ സുരക്ഷ ശക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. കൂടെ നടന്നിരുന്ന കാലാൾപ്പട മുഴുവനും ഒരു പാമ്പ് ചുറ്റുന്നത് പോലെ നിരമിത്രന്റെ മഞ്ചലിനെ ചുറ്റി നിൽക്കുന്നു. വിപുലൻ മഞ്ചലിനടുത്ത് വന്നിട്ട് മഞ്ചലിനകത്തേക്ക് നോക്കിയിട്ട് പറയുന്നു നിരമിത്രനോട്, വിശാഖ എന്തായാലും ഇനി അങ്ങയോടൊപ്പം യാത്ര ചെയ്യില്ല. രാജകുമാര, ഇനി അങ്ങ് ഈ മഞ്ചലിൽ യാത്ര ചെയ്യുന്നത് ഒട്ടും സുരക്ഷിതമായ ഒരു കാര്യമല്ല. അലങ്കരിക്കാത്ത ഒരു തേരിലേക്ക് അങ്ങ് എത്രയും പെട്ടെന്ന് മാറണം. മനസ്സില്ലാ മനസ്സോടെ നിരമിത്രന് അത് സമ്മതിക്കേണ്ടി വരികയാണ്. വേറെ നിവൃത്തിയില്ല. അവിടെ ഒരു നിസ്സഹായനായി മാറുകയാണ് ഒരു രാജ്യത്തിന്റെ രാജകുമാരൻ. ഒരു രാജകുമാരനാണ് അയാൾ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോയിക്കൂടാ. അയാള് ഒരു രഥത്തിന്റെ ഉള്ളിലേക്ക് മാറുന്നു. യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇത് കാമ്പില്യത്തിൽ വന്നു ചേരുന്നു. അപ്പൊ കാമ്പില്യത്തിൽ ദശാർണ രാജാവ് ഇവരുടെ വരവും കാത്തു നിൽക്കുകയാണ്. ഈ രഥത്തിനുള്ളിൽ ഇരിക്കുന്ന നിരമിത്രനെ ആദ്യമായി ദശാർണ രാജാവ് കാണുകയാണ്. അതൊരു വലിയ കാഴ്ചയാണ്. കാര്യം അയാളുടെ ഉള്ളിൽ ഇയാളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥകൾ, ഇയാളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടുള്ള, ഇയാളുടെ വ്യക്തിത്വത്തെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നിരമിത്രനെ ദശാർണ രാജാവ് നേരിൽ ആദ്യമായി കാണുന്നത്. അപ്പോൾ ഇയാളെ കണ്ടപാടെ ദശാർണ രാജാവിന്റെ മുഴുവൻ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒറ്റ കാഴ്ചയിൽ ഇത്രയും സുന്ദരനായ ഒരു പുരുഷൻ, ഇത്രയും കോമളനായ, ഇത്രയും നിഷ്കളങ്കനായ ഒരു കാഴ്ചയിൽ തന്നെ ഇത്ര ഗാംഭീര്യമുള്ള ഒരു പുരുഷനെ ഒരു രാജ്യം പൊതിഞ്ഞു വെച്ച് കൊണ്ടുപോകുന്നതിൽ എന്താണ് ഇത്ര അതിശയിക്കാൻ എന്ന് പോലും ദശാർണ രാജാവ് ചിന്തിച്ചു പോകുന്നു. എന്നിട്ട്
ഈ ഭാവി മരുമകനെ സ്വീകരിച്ചുകൊണ്ട് ദശാർണ രാജാവ് അയാളെ ആലിംഗനം ചെയ്യുന്നുണ്ട്. ആലിംഗനം ചെയ്യുന്ന സമയത്ത് ദശാർണ രാജാവ് തിരിച്ചറിയുന്നു അയാളുടെ ശരീരം വിറയ്ക്കുന്നതായിട്ട്. അയാളുടെ ശരീരം തരിച്ചു പോകുന്നു, അയാളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു. ടീച്ചറെ, അതെന്തുകൊണ്ടായിരിക്കും ഒരു മനുഷ്യനെ കെട്ടിപ്പിടിക്കുന്നു, സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ കണ്ണു നിറയാനും ഇയാളുടെ ശരീരം ഇങ്ങനെ വിറയ്ക്കാനും ഒക്കെ കാരണമാകുന്നത്? രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും നമ്മളെല്ലാം അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, അമ്മയും മകളും തമ്മിലുള്ള ബന്ധം, അതായത് നമ്മുടെ രക്തബന്ധങ്ങള്, അല്ലെങ്കിൽ നമ്മൾ വിവാഹം ചെയ്ത് അത്തരത്തിലുണ്ടാക്കുന്ന ബന്ധങ്ങള്. അപ്പൊ അവയ്ക്കെല്ലാം കുറെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി അതിന്റെ മുകളിലുണ്ട്. ആ ബന്ധങ്ങളെ മുഴുവനും നിർണ്ണയിക്കുന്നത് സമൂഹത്തിൽ ആ ബന്ധങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പൊ അച്ഛനും മകനും ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഒരുപാട് പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ, ഒന്നേ ഉണ്ടെങ്കിൽ ഒലക്ക കൊണ്ട് അടിക്കണം, ഒന്നേ ഉണ്ടെങ്കിൽ ഒലക്ക കൊണ്ട് അടിക്കണം എന്ന്. ഇപ്പൊ ഈ ഒലക്ക കൊണ്ടുള്ള അടി എന്ന് പറയുന്ന ഒരു ശിക്ഷയാണ്. അതായത് ശിക്ഷിച്ച് വളർത്തണം, കുട്ടികളോട് മോണ കാണിക്കരുത്, അങ്ങനത്തെ ഒരുപാട് ചൊല്ലുകളുണ്ട്. അതായത് കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തണം എന്നുള്ളത്. അപ്പൊ ഈ നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ അച്ഛൻ മകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയില്ല. ഇവിടെ ഇരിക്കുന്ന ഏകദേശം ഒരു എന്റെയൊക്കെ പ്രായമുള്ള മനുഷ്യർക്കൊക്കെ അത് ഒരു ഫീൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്ര സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛന്റെ സ്നേഹം ഉള്ളിലാണ്. അപ്പൊ പുറത്താണിച്ചെന്താ കുഴപ്പം വരാൻ പോകുന്നത്? ഇത് ഉപ്പിലിട്ട് വെക്കേണ്ട സാധനമൊന്നുമല്ല. ഇത് ശരിക്കും സ്നേഹം നമ്മൾ ആവശ്യം വരുമ്പോ ഇത് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അതൊരു അഷ്വറൻസ് ആണ് ശരിക്കും. നമ്മൾ ഈ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വഴിയാണ്. അതായത് നമ്മളിങ്ങനെ സ്വീകരിക്കുക, രണ്ട് കൈ കൊണ്ടും സ്വീകരിക്കുക, ഒരാളിനെ കെട്ടിപ്പിടിക്കുക, നന്നായിട്ട് കരയുന്ന ഒരാളിനെ സമാധാനിപ്പിക്കാൻ നമ്മൾ 300 വാക്കിൽ ഉപന്യാസം വേണ്ട എന്ന് പറയുന്നത് ഒരു ഐത്തത്തിന്റെ ഭാഗമായിട്ട് വന്നിരുന്ന ഒരു സമൂഹം ആയതുകൊണ്ട് തൊടുന്നതൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണ്. തൊടുന്നത് പ്രശ്നമാണ്, തൊടുന്നത് പോലുമാണ്. അതുകൊണ്ടാണല്ലോ നമ്മള് ചായക്കടയിൽ പോയി ഇരിക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയിരുന്ന ഒരു കാലത്ത്. കേരളീയ ആധുനികതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ചായക്കട നിരങ്ങുക എന്ന് പറയാം. മനസ്സിലായില്ലേ? പൊതു ഇടങ്ങളെയൊക്കെ നമ്മള് അതായത് ജാതി എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ്. ഈ രക്തശുദ്ധി വംശശുദ്ധി ഒക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോവണ്ടെന്ന് കരുതിയിട്ടാണ് പൊതു ഇടങ്ങളെ നമ്മൾ വിലക്കിയിരുന്നത്. സിനിമാ തിയേറ്ററിൽ പോകുന്നത് മോശം കാര്യം, ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു മോശം സ്ഥലമാകും അല്ലേ? പ്രയോഗ സന്ദർഭം ആലോചിച്ചാൽ മതി. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ചായക്കട കലുങ്കിലിരുത്തം. ഈ കലുങ്കിലൊക്കെ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് കേരളത്തിന്റെ പൊതു ഇടങ്ങൾ ഇത്രയും വളർന്നു വലുതായത് അല്ലേ? ചായക്കടകളിൽ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് അല്ലെ? അപ്പൊ അത് സിനിമാ തിയേറ്ററുകളിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ആളിന്റെ ജാതി നോക്കി ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സിനിമാ തിയേറ്ററിൽ പോയി വരുന്ന കുട്ടിക്ക് വീട്ടിൽ അടിയിട്ടുന്നത്. നിങ്ങളിത് പൊതുവിടത്ത് നിങ്ങൾ എവിടെ പോയിരുന്നു? അപ്പൊ ഇത്തരത്തിൽ പരസ്പരം ഭയപ്പെടുന്ന ശരീരങ്ങളായിട്ടാണ് നമ്മൾ നിലനിന്നിട്ടുള്ളത്. നമ്മുടെ എഴുത്തിലേക്ക് വരികയാണെങ്കിൽ കുമാരനാശാന്റെ ഒക്കെ നായകന്മാർക്ക് നായികമാരെ ഭയങ്കര പേടിയാണ്. ഇവര് വന്ന് തൊട്ടു പോവാന്നാണ്. അതായത് ശരീരം സ്പർശിച്ചു പോയാൽ, ആലിംഗനം ചെയ്തു പോയാൽ, പ്രണയം തുറന്നു പറഞ്ഞു പോയാൽ ഈ നായികമാരെല്ലാം പോയി ആത്മഹത്യ ചെയ്യണം. പിന്നെ മനസ്സിലായില്ല? അതായത് നായികമാരെയും അവരുടെ ശരീര കാമനകളെയും ഭയക്കുന്ന നായകന്മാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ തൊടരുത്, അങ്ങോട്ട് മാറി ഒന്ന് സ്നേഹിച്ചാൽ മതി. മാംസനിബദ്ധമല്ല രാഗം. ഈ മാംസനിബദ്ധമായ എന്താ കുഴപ്പമുള്ളത്? മാംസനിബദ്ധം എന്ന് പറയുന്നത് ലൈംഗികത മാത്രം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരുപക്ഷെ അതിന് പോലും അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പരസ്പരം സ്പർശിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് കൈമാറാൻ കഴിയുന്ന കുറെ ഉറപ്പുകളുണ്ട്, വാക്കുകൾക്ക് അതീതമായത്. ഈ ഒറ്റ ഒരു ആക്ട് കൊണ്ടാണ് ദശാർണ രാജാവ് നിരമിത്രന്റെ മനസ്സിലേക്ക് കയറിയിരിക്കുന്നത്. കാരണം ദ്രുപദൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തിയാണത്. അയാളുടെ മകനെ ചേർത്ത് പിടിച്ചിട്ടില്ല. ചെറിയ പ്രായത്തിലൊരു പക്ഷെ ആയുധം അഭ്യസിപ്പിക്കുന്ന സമയത്ത് ഒന്ന് ഇന്ററാക്ട് ചെയ്തല്ലാതെ മുതിർന്നതിന് ശേഷം തള്ളിക്കളഞ്ഞ അച്ഛനാണ് അദ്ദേഹത്തിന്. അപ്പം അതേസമയം ദശാർണനെ അങ്ങനെയല്ല, ആദ്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യത്തെ കെട്ടിപ്പിടിക്കലാണത്. അതുകൊണ്ട് അതവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഒരു കെട്ടിപ്പിടിക്കലിന് വലിയ വില ഉണ്ട്, എനിക്കറിയാം. എന്തായാലും അന്ന് അവിടെ കാമ്പില്യത്തിൽ അവർ തമ്പടിക്കുന്നു. അപ്പോ നിരമിത്രൻ ഭയത്തിലാണ്, പേടിച്ചാണ് അകത്തിരിക്കുന്നത്. വിശാഖയെ കാണുന്നില്ല. വിശാഖ വന്നിട്ട് വേണം ഇവർക്ക് പുറത്തേക്ക് കടന്നു പോകാനായിട്ട്. അങ്ങനെ ഇയാൾ ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് രാത്രിയിൽ എവിടെ നിന്നോ വിശാഖ ഓടി നിരമിത്രൻ്റെ അടുത്തേക്ക് വരികയാണ്. വന്നുടനെ വിശാഖയെ കണ്ടുടനെ നിരമിത്രൻ ചോദിക്കുന്നത്, ഉടുപ്പുടവകൾ നിന്റെ കയ്യിലില്ലേ, വസ്ത്രങ്ങൾ നീ കൊണ്ടുവന്നിട്ടില്ലേ എന്നാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവൾ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ രാത്രിയിൽ ആ അരണ്ട വെളിച്ചത്തിൽ അത്ര അടുത്ത് വിശാഖയ്ക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ്
നിരമിത്രനെ കിട്ടുന്നത്. അവളുടെ ഉള്ളിലുള്ള പ്രണയം മുഴുവനും അവൾ അവിടെ പ്രകടിപ്പിക്കുമോ എന്ന് നിരമിത്രൻ പോലും പേടിച്ചു പോകുന്നുണ്ട്. നിരമിത്രൻ പറയുന്നത്, കളിയായിട്ട് പറയുന്നത്, നാളെ രാവിലെ നമ്മളിവിടെ കാണാതെ ആവുമ്പോൾ കാമം മൂത്ത് വിശാഖ നിരമിത്രനെയും കൊണ്ട് ഒളിച്ചോടിയതായിരിക്കും എന്ന് ആളുകൾ പറയുമെന്ന് നിരമിത്രൻ കളിയായി അവളോട് പറയുന്നുണ്ട്. അത്ര സ്നേഹത്തിലാണ്. അപ്പോൾ ഉടനെ തന്നെ ഇവർ രണ്ടുപേരും വേഷം മാറുന്നു. നിരമിത്രൻ ഇവള് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് നിമിഷങ്ങൾ കൊണ്ട് അതിസുന്ദരിയായ ഒരു സ്ത്രീയായി നിരമിത്രൻ മാറുകയാണ്. ആ വേഷം കണ്ട് ശരിക്കും വിശാഖ അതിശയിച്ച് നോക്കി നിൽക്കുകയാണ്. ഈ വേഷം മാറുന്ന കാര്യം നമ്മൾ പറഞ്ഞപ്പോഴേ ഞാൻ ഈ അടുത്ത് കണ്ടൊരു പരസ്യം ഓർത്തു പോവുക, മോഹൻലാൽ ഈ അടുത്തൊരു പരസ്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു പരസ്യമാണല്ലോ അത്. അദ്ദേഹം എത്ര പെട്ടെന്നാണ് ഒരു സ്ത്രൈണതയിലേക്ക് അല്ലെങ്കിൽ സ്ത്രീയിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തെയും മനസ്സിനെയും മാറ്റിയത് എന്ന് നമ്മൾ കണ്ടതാണല്ലോ. ടീച്ചർക്ക് എന്താ തോന്നുന്നത്? ടീച്ചർ അതിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടു. അത് പിന്നെ ജ്വല്ലറിയുടെ പരസ്യം. അപ്പൊ ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന താരശരീരത്തെ മലയാളികൾ കണ്ടിട്ടുള്ളത് എന്താ? മംഗലശ്ശേരി നീലകണ്ഠൻ മീശ വിരിക്കുന്ന, അപ്പം ഒരു വലിയ പുരുഷ ശരീരമാണ്. അതായത് മലയാളി ഒരുപാട് ആരാധനയോടുകൂടി കൊണ്ടു നടന്ന, ഒരു പക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നടനാണല്ലോ അദ്ദേഹം. അപ്പൊ ഒരു നിമിഷ നേരം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു വേഷപ്പകർച്ച എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഭാവപ്പകർച്ച, നമ്മളീ പറയുമല്ലോ സത്വാഭിനയം എന്നെല്ലാം പറയുന്ന സാധനമാണ്. അതായത് ശരീരം കൊണ്ട് തന്നെ അദ്ദേഹം ആ മാല ഇങ്ങനെ ധരിച്ചിട്ട് അതായത് ഒരു നിമിഷം ഇങ്ങനെ സ്ത്രീകൾ ആഭരണങ്ങൾ ധരിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു ചന്തം കാണുന്ന ഒരു വളരെ നൈസർഗികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അറിയാണ്ട് ഇങ്ങനെ ആയിപ്പോകുന്നത്. അതുവരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, അപ്പൊ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ശരീരഭാഗമാണ്, അല്ലെങ്കിൽ വിരിഞ്ഞ നെഞ്ച്, മറ്റേ ഉറച്ച മസിൽ, അതൊന്നല്ല. അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്ത്രൈണതയെ ആവാഹിച്ചിട്ടുള്ള ഒരു ഭാവം, ഒരു ശരീരം. അപ്പൊ ഒരു നിമിഷം മതി ഒരു പുരുഷന് സ്ത്രീയായി മാറാൻ ശരിക്കും, അല്ലേ? ഈ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ശരിയാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഒരു പുരുഷന്റെ ഉള്ളിൽ 50% സ്ത്രീ ഉണ്ടെന്നും ഒരു സ്ത്രീയുടെ ഉള്ളിൽ 50% പുരുഷനുണ്ടെന്നൊക്കെ പറയുന്നത്, അത് ബയോളജിക്കലി അത് എത്ര കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. അതിന്റെ ശതമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനൊരു പൂർണ്ണതയുടെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്ന ഒരു സംഗതി, ചൈനക്കാരുടെ ഒരു ഇൻ യാങ് എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഇതൊക്കെ എന്ന് പറയുന്നത് പാതി പെണ്ണും പാതി ആണും എന്ന് ജി തന്നെ ഉണ്ട്. ജി ശങ്കരക്കുറുപ്പൻ അങ്ങനെ ഒരു പാതി പെണ്ണും പാതി ആണും ആയതാണ് പ്രകൃതി എന്നുള്ള രീതിയിലത്തെ ഒരു സങ്കല്പമുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി ഉടനീളം പിന്തുടരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതിനകത്ത് ഏതൊക്കെ നിമിഷം, അതിനകത്ത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ഏത് നിമിഷം ആരാണ് വെളിപ്പെടുന്നത് ഒരു ശരീരത്തിൽ എന്നുള്ളത് നമുക്കത് ഊഹിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ഫാന്റസികൾ ഉണ്ടല്ലോ, മനുഷ്യന്റെ സെക്ഷുവൽ ഫാന്റസികൾ തന്നെ, അത് പലപ്പോഴും ആണ് പെണ്ണും പെണ്ണ് ആണുമായിട്ട് വിപരീത നിലകൾ സ്വീകരിച്ചുകൊണ്ടുള്ളതാണ് എന്ന് ഫ്രോയിഡ്. അത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്, മനുഷ്യ സ്വഭാവത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി അതിനകത്ത് പറയാം, അതായത് മോഹൻലാൽ ചെയ്യുമ്പോൾ അതൊക്കെയും നമ്മളത് ഉദാത്തമായി കാണുകയും അതേസമയം ആ ഒരു വിഭാഗത്തില് ലിംഗപരമായി തന്നെ ഒരു മൂന്നാം വിഭാഗത്തിൽ, അല്ലെങ്കിൽ മൂന്നെന്ന് പറയാമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. പിന്നെ പുരുഷനും സ്ത്രീയും അല്ലാത്തൊരു വിഭാഗത്തിൽ പെടുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന സമയത്ത് അത് അപഹാസ്യവുമായി പോകുന്നത് നമ്മുടെ ഒരു ഇരട്ടത്താപ്പ് കൊണ്ടാണ്, നമ്മുടെ മാനസിക നില കൊണ്ടാണ്. ഇത് മോഹൻലാലിന്റെ കാര്യത്തിൽ അതിൽ ഉദാത്തത വരുന്നതും മറ്റത് അപഹാസ്യമായിട്ട് തോന്നുന്നതും അത് നമ്മൾ തിരുത്തേണ്ട ഒരു മനോനിലയാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു നിമിഷ നേരം കൊണ്ട് പകർന്നു പോകാവുന്ന, അത് വലിയ തകർച്ചകളൊന്നും ഇല്ലാതെ തന്നെ ഒരു പക്ഷെ പലരുടെയും മനസ്സിൽ അവർ ശരിക്കും അവരുടെ ലിംഗസ്വത്വം എന്താണെന്നുള്ളത് ഒരു പ്രായം വരെ നിർണയിക്കപ്പെടാതെ പോയേക്കാം. അങ്ങനെ അവരെങ്ങനെ വളർത്തപ്പെടുന്നു, അതായത് അവരുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും അവരത് തിരിച്ചറിയും, അവരതിൽ നിന്ന് കുതറാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു പ്രദേശം അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് എല്ലാ കാലത്തും അത് പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ ഒരു പരസ്യം വരുമ്പം എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും മനുഷ്യർ അതിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്നുള്ളതാണ്. അതായത് അതിൽ സ്ത്രൈണതയെ പരിഹാസ്യമായിട്ട് കാണുകയല്ല, അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീവേഷം കെട്ടുന്നത്, പുരുഷൻ സ്ത്രീവേഷം കെട്ടുക എന്ന് പറയുന്നത് കഥകളിയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ നേരത്തെ ആരെങ്കിലും വരാതിരുന്ന ഒരു കാലത്ത് സ്ത്രീവേഷം മുഴുവൻ കെട്ടിയിരുന്ന പുരുഷന്മാരാണ്. ഓച്ചിറ വേലുക്കുട്ടി. പിന്നെ അപ്പൊ അത്തരത്തില് ഈ ഒരു വേഷപ്പകർച്ച അസാധ്യമായ ഒന്നല്ല, പക്ഷെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ആ ഒരു പകർച്ചയാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ ആ ഒരു പരസ്യത്തെ അത്രയ്ക്ക് മനോഹരമാക്കിയത്. അതിന്റെ പിന്നെ പൊളിറ്റിക്സും ഗംഭീരമാണ്. എന്തായാലും മോഹൻലാൽ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഉടനീളം ഒരു സിനിമ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ആലോചിക്കുക. ആരാധകര് ക്ഷുഭിതരാകും, തിയേറ്റർ കത്തും, കേരളം കത്തും. എന്തായാലും ഇവിടെ നിമിഷ നേരം കൊണ്ട് നിരമിത്രൻ ഒരു അതിസുന്ദരിയായ സ്ത്രീയായി മാറുന്നു.
അപ്പം ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തീരുമാനിക്കുന്നു. രണ്ടുപേരും കയ്യിൽ ഓരോ ചെറിയ കത്തിയും ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. അപ്പോൾ ഈ ഓടുന്ന സമയത്ത് വിശാഖ നിരമിത്രൻ്റെ കാലുകൾ ശ്രദ്ധിക്കുകയാണ്, കണങ്കാലുകൾ. ഇപ്പോൾ ഈ ഓടുമ്പോൾ വസ്ത്രങ്ങൾ ഉയരുമല്ലോ, ഉയരുന്ന സമയത്ത് ഈ നിരമിത്രൻ്റെ മൃദുവായ കാലുകൾ അതിങ്ങനെ മണ്ണിൽ പതിയുമ്പോൾ നഖങ്ങൾ കൂടി ചുമന്നു പോകുന്ന തരത്തിൽ അത്ര മൃദുവായ ശരീരമുള്ള ഒരു മനുഷ്യനാണ് നിരമിത്രൻ. എന്തായാലും അവര് ആത്രേയകത്തിലേക്ക് രക്ഷ തേടി. ആർക്കും വേണ്ടാത്ത ഇടമായ ആത്രേയകത്തിലായിരിക്കും നമുക്ക് ഒരു സ്വത്വം ഉണ്ടാവുക, നമ്മളെ സ്വീകരിക്കപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടാകുന്നത് അവിടെ ആയിരിക്കും എന്ന് കരുതിയാണ് അവർ ആത്രേയകത്തെ തിരഞ്ഞ് യാത്രയാകുന്നത്. അപ്പോൾ ഈ എവിടെയാണ് സ്ഥലം എന്നൊന്നും അറിയില്ല. ഈ മരുന്നിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന്, ഇവിടെ കാറ്റിലൊക്കെ. ആ മണമൊക്കെ ഗന്ധിച്ചിട്ടാണ് ഇവർ ഊഹിച്ച് ഈ യാത്രേയകം തേടി യാത്രയാകുന്നത്. രാത്രിയാണ്, ഇരുട്ടാണ്, പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് അറിയില്ല. പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നിരമിത്രന് ചിന്തിക്കാൻ കൂടി വയ്യ. ഒരു പക്ഷെ നിരമിത്രൻ രാജകുമാരനായതുകൊണ്ട് ജീവൻ രക്ഷിച്ച് കയ്യിൽ കിട്ടിയേക്കാം. പക്ഷെ വിശാഖയുടെ കാര്യം ഒന്നും പറയാൻ കഴിയില്ല. അവരെന്തായാലും ഭയപ്പെട്ടു പോകുന്ന വഴിയിൽ താഴെ ഒരു നദി ഒഴുകുന്നത് അവർ കാണും. അപ്പൊ ഇനി യാത്ര തുടരണമെങ്കിൽ നദി കടന്നു പോകണം. അപ്പൊ നദിയുടെ കരയിലെത്തുമ്പോൾ നിരമിത്രന്റെ കൈ പിടിച്ചുകൊണ്ട് വിശാഖ വിലക്കും. എന്നിട്ട് വിശാഖ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ, ടീച്ചർ എഴുതി വെച്ചിരിക്കുന്നത്. ടീച്ചർ അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശാഖ പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്: വേണ്ട, നദി ആണത്, നദി മനുഷ്യരെ പോലെയാണ്, എപ്പോൾ അതിൻ്റെ നിറവും സ്വഭാവവും മാറുമെന്ന് പറയാൻ കഴിയില്ല, എപ്പോ അതൊരു മനുഷ്യനെ അതിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നദിയിൽ ഇറങ്ങണ്ടെന്ന് വിശാഖ വിലക്കുന്നു. മനുഷ്യനെ നദിയുമായിട്ട് ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് ടീച്ചർ അത് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നദിയും മനുഷ്യരെ പോലെ തന്നെയാണ്, പുറക്കപ്പുറത്ത് വലിച്ചു താഴ്ത്തി കളയും. അതുകൊണ്ടാണല്ലേ, പരസ്പര പൂരകങ്ങളാണ്. എന്തായാലും ഇവര് നദിയിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുന്നു. നിരമിത്രൻ മുമ്പിൽ നടക്കുന്നു, പിന്നാലെ വിശാഖ. അപ്പോൾ വിശാഖ പറയുന്നുണ്ട്, നദിയാണ്, എത്ര ദൂരെ നിന്ന് നോക്കിയാലും മുകളിൽ നിന്ന് നോക്കിയാലും നദി കടക്കുന്ന മനുഷ്യരെ ആളുകൾ പെട്ടെന്ന് കാണും, നിലാവുണ്ട്. അപ്പോഴും നിരമിത്രൻ പറയുന്നു, ഇല്ല, ദൂരെ നിന്ന് ആര് നോക്കിയാലും രണ്ട് സ്ത്രീകൾ നദി കടക്കുന്നു എന്നല്ലേ മനസ്സിലാകുള്ളൂ, നമ്മൾ വേഷം മാറിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് വാ, നമുക്ക് പോവാം. അങ്ങനെ രണ്ടുപേരും നദി കടക്കുന്നു. നദി കടന്ന് ചെല്ലുമ്പോൾ നിരമിത്രനെ സ്വീകരിക്കുന്നത് മറ്റെന്തോ മണമാണ്. ഔഷധത്തിന്റെ മണം അവിടെ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. പാലപ്പൂവിൻ്റെയോ മറ്റെന്തോ ഒരു പൂവിൻ്റെ ഗന്ധമാണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഔഷധത്തിന്റെ ഗന്ധം എവിടെ പോയെന്ന് നിരമിത്രൻ അന്വേഷിച്ചു. അപ്പോൾ നദിയുടെ വശത്തിലൂടെ നടന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു നോക്കാമെന്ന് കരുതി നിരമിത്രൻ പെട്ടെന്ന് നദിയിലേക്ക് ഇറങ്ങി മുന്നിലേക്ക് നടന്നു പോകുന്നു. അയാൾക്ക് എങ്ങനെയും ആത്രേയത്തിൽ എത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. കുറച്ചു ദൂരം നടന്ന് നിരമിത്രൻ ശ്രദ്ധിക്കുന്നു, പിന്നിൽ വിശാഖയുടെ ശബ്ദം കേൾക്കുന്നില്ല, പിന്നിൽ ഒരാളുടെയും ശബ്ദം കേൾക്കുന്നില്ല. പെട്ടെന്ന് നിരമിത്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വിശാഖയില്ല. വിശാഖ എവിടെ പോയെന്ന് നിരമിത്രൻ അതിശയിച്ച് ശങ്കിച്ച് നിൽക്കുമ്പോൾ ആ ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒരു വില്ലൻ ചിരിയും ചിരിച്ച് വിപുലൻ ഇറങ്ങി വരുന്നു. എന്നിട്ട് ചോദിക്കുക, എന്താണ് രാജാവേ, രാജകുമാര അങ്ങ് കാണിച്ചത്? എന്ത് അബദ്ധമാണ് അങ്ങ് കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് വിപുലൻ ഇറങ്ങി വരുന്നു. അവര് പിടിക്കപ്പെടുന്നു ടീച്ചറെ. ഒളിച്ചോടാൻ സമ്മതിക്കില്ല മനുഷ്യൻ. ഒളിച്ചോടാൻ പറ്റില്ല, നിങ്ങൾ ഒളിച്ചോടി നോക്ക്. അപ്പൊ അറിയാം, കേരളത്തിനകത്ത് നിങ്ങളൊന്ന് ഒളിച്ചോടി നോക്കിയേ, നിങ്ങൾ പിടിക്കപ്പെടും. പിന്നാലെ ആള് വരും. നിങ്ങൾ കൃത്യ സ്ഥലത്തെത്തുമ്പോഴേക്ക് അവര് എത്തും. ഇവിടെയാണ് നമ്മൾ ഈ സർവൈലൻസിന്റെ കാര്യം പറഞ്ഞത്. സർവൈലൻസ് നേരത്തെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എവിടെ ഒളിച്ചോടിയിട്ടും കാര്യമില്ല, പിടിക്കപ്പെടും എന്നുള്ളതാണ്. അത് വിശാഖയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ നോവലിന്റെ പിന്നാലെ ഉണ്ട്. അതേസമയം നിരമിത്രൻ ആത്രേയത്തിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു തൽക്കാലം. ആത്രേയത്തിലേക്ക് അയാൾക്ക് പോകാൻ പറ്റുന്നില്ല. എന്തായാലും നിരമിത്രനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വിപുലനോട് നിരമിത്രൻ ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട്, വിശാഖ എവിടെയെന്ന്. അതിന് വിപുലൻ പറഞ്ഞ മറുപടി, അങ്ങനെ ആരെയും കണ്ടില്ലെന്ന്, വിശാഖ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന്, അങ്ങ് ഒറ്റയ്ക്ക്, അങ്ങ് തനിച്ചല്ലേ യാത്ര ചെയ്തത്, വിശാഖ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് വിപുലന്റെ മറുപടി. വിശാഖ എവിടെ പോയെന്നറിയില്ല. എന്തായാലും പിറ്റേ ദിവസം രാജകുമാരനെ അണിയിച്ചൊരുക്കാൻ, വിവാഹത്തിന് അണിയിച്ചൊരുക്കാൻ ആളുകൾ വരുന്നു. രാജകുമാരനെ അതിഗംഭീരമായ വസ്ത്രങ്ങൾ അണിയിച്ച്, നല്ല ഉടുപ്പുടുവകൾ അണിയിച്ച്, അയാളെ ആഭരണങ്ങൾ അണിയിച്ച്, മുടിയൊക്കെ ഒതുക്കി, അയാളുടെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി വിവാഹ മണ്ഡപത്തിലേക്ക്, ദശാർണ രാജാവിൻ്റെ സന്നിധിയിലേക്ക്, രാജകുമാരിയുടെ അരികിലേക്ക്
നിരമിത്രൻ ആനയിക്കപ്പെടുകയാണ്. എല്ലാ കണ്ണുകളും നിരമിത്രന് നേരെയാണ്. അപ്പോൾ ദശാർണ രാജകുമാരി അവിടെ ദുപ്പട്ട മാറ്റി ഇങ്ങനെ നോക്കുന്നുണ്ട് നിരമിത്രനെ. തൻ്റെ ഭർത്താവ് എത്ര സുന്ദരനാണ്, നല്ല പൗരുഷം നിറഞ്ഞൊരു പുരുഷനായി നിരമിത്രൻ അവിടെ വിവാഹവേദിയിൽ വന്നിരിക്കുന്നു. വിവാഹം വളരെ മംഗളകരമായി അത് നടക്കുന്നു. വിപുലൻ ഏറ്റവും സന്തോഷവാനാകുന്നു. കാര്യം ആർക്കും നിരമിത്രനിൽ മറ്റൊരു സംശയവുമില്ല. നിരമിത്രന്റെ വ്യക്തിത്വത്തിൽ സംശയമില്ല, അയാളുടെ ജെൻഡറിൽ സംശയമില്ല, ആർക്കും പ്രശ്നങ്ങളില്ല. വിവാഹം വളരെ മംഗളകരമായി നടന്നു. ആ ഘോഷയാത്ര രാജകുമാരിയും കൊണ്ട് തിരിച്ച് പാഞ്ചാലത്തിലേക്ക് യാത്രയാകുന്നു. പോകുന്ന വഴിയിലും ഇവർ കാമ്പില്യത്തിൽ തമ്പടിക്കുന്നുണ്ട്. കാര്യം കാമ്പില്യത്തിൽ വേണം വിശ്രമിക്കാൻ. കാമ്പില്യത്തിൽ വിശ്രമിച്ചാൽ അവിടുന്ന് 2 ദിവസം വീണ്ടും യാത്രയുണ്ട് പാഞ്ചാലത്തിലേക്ക്. അപ്പോൾ കാമ്പില്യം എന്നത് വളരെ മനോഹരമായ ഒരു വനപ്രദേശമാണ്, നദി ഒഴുകുന്ന നല്ല വനപ്രദേശമാണ്. അപ്പോൾ വിപുലൻ ചോദിക്കുന്നുണ്ട്, ഈ വിവാഹം കഴിഞ്ഞ് വരികയാണല്ലോ രാജകുമാരനും രാജകുമാരിയും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാട്ടിലൊക്കെ ഒന്ന് ഉല്ലസിച്ച് യാത്ര നടത്തി വന്നുകൂടെ? ഗവൺമെന്റ് ഓർഡറാണ്, അല്ലാതെ നൈസർഗികമായൊന്നുമല്ല. ചോദ്യമല്ല, ഗവൺമെന്റ് ഓർഡറാണ്, നിങ്ങൾ യാത്ര ചെയ്ത് വരൂ. അതായത് നിരമിത്രനെയും രാജകുമാരിയെയും അവരുടെ സ്വകാര്യതയിൽ വിട്ടുകൊടുക്കാൻ ദ്രുപദ മഹാരാജാവ് തന്നെ അവിടെ നിന്ന് കൽപ്പിച്ചിരിക്കുകയാണ് അല്ലെ. ആ ഓർഡറിന്റെ ഭാഗമായിട്ടാണ് ഇവരെ കാട്ടിലേക്ക് യാത്രയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിരമിത്രനും ദശാർണ രാജകുമാരിയും തമ്മിലുള്ള പ്രണയം, അവര് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയബദ്ധരായി തീരുന്നു എന്നുള്ളതാണ്. എത്രയോ നാളുകളായി പരിചിതരായിരുന്നവരെ പോലെ നിരമിത്രനും ദശാർണ രാജകുമാരിയും അടുപ്പത്തിലാകുന്നു. അവർ ആ കാട്ടില് പൂക്കള് കണ്ട്, പൂമ്പാറ്റകളെ കണ്ട്, നദി കണ്ട് അവരുടെ തോഴിമാരോടൊപ്പം ഉല്ലസിച്ച് നടക്കുന്നു. അപ്പൊ ഈ തോഴിമാരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ തോഴിമാര് ഇവരൊരുമിച്ച് നടക്കുന്നത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണ് നിങ്ങളെ കാണാൻ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടുന്നവരാണ്. ഇങ്ങനെയുള്ള ഭംഗി വാക്കുകളൊക്കെ പറഞ്ഞ് ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് ഇവർ വീണ്ടും ഈ കൂടാരത്തിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ ആ രാത്രിയിൽ ഇവരുടെ ആദ്യ രാത്രിക്ക് വേണ്ടി ഒരു കൂടാരം പോലും അവിടെ ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ആദ്യ രാത്രിയാണല്ലോ അവരുടെ. അപ്പൊ ഈ ആദ്യ രാത്രിയിലെ അവരുടെ സമയത്തിന് വേണ്ടി അവരെ രണ്ടുപേരെയും ഈ മുറിക്കുള്ളിലാക്കി തോഴിമാര് രണ്ടുപേരും കഥ കടക്കുന്നുണ്ട്. അതുവരെ ചിരിച്ചുല്ലസിച്ച് കളിച്ച് ഓഹോ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന തോഴിമാര് ഇത് അടച്ചു കഴിഞ്ഞിട്ട് പരസ്പരം നോക്കിയിട്ട് ആകുലപ്പെടുന്നു എന്നാ ടീച്ചർ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, അത് ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി എന്താന്ന് പറഞ്ഞിട്ടില്ല. അതുവരെയുള്ള അവരുടെ ജോലി അവർ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയതാണ്. അവരും പ്രജകളാണല്ലോ, അവർക്കും അസൈൻഡ് ആയിട്ടുള്ള ഡ്യൂട്ടികളുണ്ട്. അവര് തീർന്നു. പക്ഷെ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് സ്റ്റേറ്റിന് അറിയില്ല. ഇതുവരെ സംഭവിച്ചതിൽ സ്റ്റേറ്റിന് നിയന്ത്രണം ഉണ്ട്. ഇനി നടക്കാൻ പോകുന്നത് സ്റ്റേറ്റിന്റെ സർവൈലൻസിലും അല്ല, അതിന്റെ കൺട്രോളിലും അല്ല. ഇനിയുള്ളത് അങ്ങനെ സ്റ്റേറ്റിന് അനിഷ്ടകരമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ റിസൾട്ട് അത്ര നല്ലതാവില്ല. എന്തായാലും ഇവരുടെ ഉള്ളിലും ആ ഭയം ഉണ്ട് എന്നുള്ളതാ, തോഴിമാരുടെ ഉള്ളിലും. നിരമിത്രനിലുള്ള സംശയം മറ്റെല്ലാ മനുഷ്യരിലും, അവരുടെ കൂടെ നിന്നിരുന്ന എല്ലാ മനുഷ്യരിലും ഉണ്ടായിരുന്ന സംശയം ഇവരിലും ഉണ്ട്. എന്തായാലും നിരമിത്രനും ദശാർണ രാജകുമാരിയും ആ കൂടാരത്തിനുള്ളിൽ അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിലേക്ക്, സമയങ്ങളിലേക്ക് കടക്കുന്നു. നിരമിത്രൻ എല്ലാം മറന്ന് ദശാർണ രാജകുമാരിയെ ആലിംഗനം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ആലിംഗനത്തോടു കൂടി തന്നെ ദശാർണ രാജകുമാരി തരിച്ചു പോവുകയാണ് ചെയ്തത്. അവരുടെ ശരീരം വിറച്ചു പോകുന്നു. കാര്യം അതുവരെയും അത്രയും സ്നേഹനിർഭരമായ, അത്രയും ഗാഠമായ ഒരു ആലിംഗനം ഒരു പക്ഷേ ദശാർണ രാജകുമാരി ഒരിടത്തു നിന്നും സ്വീകരിച്ചിരിക്കില്ല. അത്രയും സ്നേഹനിർഭരമായിട്ടാണ് നിരമിത്രൻ അവരെ ആലിംഗനം ചെയ്തതും അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചതും. അവളുടെ ശരീരം തരിക്കുന്നത് രാജകുമാരി തിരിച്ചറിഞ്ഞു. അവളും പ്രണയവിവശയായി രാജകുമാരനെ തഴുകാൻ ആരംഭിക്കുകയാണ്. ആ രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ ദശാർണ രാജകുമാരി നിരമിത്രന്റെ തലമുടിയിൽ നിന്ന് കൈകൾ ഇങ്ങനെ തഴുകി തഴുകി താഴേക്ക് വരികയാണ്. അയാളുടെ നെറ്റി തടങ്ങളിലൂടെ, പുരികങ്ങളിലൂടെ, കണ്ണുകളിലൂടെ, കവിളുകളിലൂടെ, താടിയിലൂടെ, കഴുത്തിലൂടെ, മാറിലേക്ക് അവളുടെ കൈകൾ താഴ്ത്തുകയും പെട്ടെന്ന് കൈവലിക്കുകയും ചെയ്തു. അവൾക്ക് എന്തോ സംശയം തോന്നി. അവൾ ഒരിക്കൽ കൂടി അതേപോലെ തന്നെ ചെയ്തു. അവളുടെ കൈകൾ രണ്ടും നിരമിത്രന്റെ
തോളിൽ നിന്ന് നേരെ താഴേക്ക് വീണ്ടും ചലിപ്പിച്ചു. ഒരിക്കൽ കൂടി അവൾ അതുപോലെ തന്നെ അത് ആവർത്തിച്ചു. എന്നിട്ട് അടുത്തിരുന്നിരുന്ന വിളക്ക് ഒന്ന് അടുത്തേക്ക് അടുപ്പിച്ച് അവൾ നോക്കി. അപ്പോ നിരമിത്രന്റെ രോമങ്ങളില്ലാത്ത ആ മാറ് സ്ത്രീയുടെ മാറ് പോലെ അവൾ കാണപ്പെട്ടു. അവൾ അലറിക്കൊണ്ട് ആ വെളിച്ചം വലിച്ചെറിഞ്ഞ് ആ കൂടാരത്തിനുള്ളിൽ നിന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആ രാത്രിയിൽ തന്നെ ദശാർണത്തിൽ നിന്ന് വന്ന മുഴുവൻ രഥങ്ങളെയും മുഴുവൻ ആളുകളെയും പിൻവലിച്ചുകൊണ്ട് രാജകുമാരി ദശാർണത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപമാനിതനായി ആ തേരിനുള്ളിൽ നിരമിത്രൻ നിസ്സഹായനായിരുന്നു. പക്ഷെ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത്രയും അപമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിരമിത്രന് അവിടെ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകായിരുന്നു ടീച്ചർ. അതല്ലെങ്കിൽ അയാൾ എന്തിനാണ് തിരിച്ച് പാഞ്ചാലത്തിലേക്ക് തന്നെ പോകണമെന്ന് തീരുമാനിച്ചത്? എന്തിനാണ് അച്ഛൻ, അതായത് ദ്രുപദൻ ഒരിക്കലും ഇതിനെ നേരായ രീതിയിലായിരിക്കില്ല സ്വീകരിക്കാമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും എന്തിനാണ് നിരമിത്രൻ വീണ്ടും പാഞ്ചാലത്തിലേക്ക് പോകുന്നത്? നമ്മളൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ നമുക്കൊരു പ്രശ്നം ഉണ്ടായി, മാനസികമായിട്ട് വിഷമം ഉണ്ടായി, അല്ലെങ്കിൽ മുറിവ് പറ്റി. നമ്മൾ എങ്ങോട്ടാ പോവാ? തപസ്സിന് പോവോ? അത്രേ ഉള്ളൂ. അതായത് അയാളുടെ വീട്ടിലേക്ക്, അയാളുടെ ഇടത്തിലേക്ക്, അയാളുടെ അച്ഛൻ്റെ അടുത്തേക്ക്, അയാളുടെ അമ്മയുടെ അടുത്തേക്കാണ് തിരിച്ചു പോകുന്നത്. അവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് നിരമിത്രനെ തപസ്സിന് പറഞ്ഞയക്കായിരുന്നു. പക്ഷെ അത് കരുതിക്കൂട്ടി തന്നെ ചെയ്യാതിരുന്നതാണ്. കാരണം ഒരു മനുഷ്യജീവി ഏറ്റവും ഇഷ്ടത്തോടു കൂടി പ്രവേശിക്കുന്ന സ്ഥലം, അയാളുടെ ഇടം, അയാളുടെ വീടാണ്. ആ വീട്ടിലേക്ക് സ്വാഗതമില്ലാതെ വരുമ്പോഴാണ് ഈ ലോകത്തുനിന്ന് പോയി കളയാം എന്ന് അയാൾക്ക് തോന്നാം. ഇപ്പൊ ദശാർണ കുമാരിയുടെ കാര്യം പറഞ്ഞല്ലോ, അവള് തിരിച്ചു പോകുന്നത് വലിയൊരു നോ പറഞ്ഞിട്ടാണ് അവള് പോകുന്നത്. അതായത് അവള് തിരിച്ചു പോകുമ്പോ അവളുടെ നാട്ടിൽ എങ്ങനെ സ്വീകരിക്കപ്പെടും? ഒരു വിവാഹം ഒഴിവാക്കിയിട്ട് പോവുകയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് താൻ കാരണമാവുകയാണ്. ഒരു രാജകുമാരനാണ് അപമാനിക്കുന്നത്. രാജ്യം, അതായത് രാജ്യത്തെയാണ് അപമാനിക്കുന്നത്. ദശാർണത്തെക്കാൾ വലിയ രാജ്യമാണ് പാഞ്ചാലം. യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ദശാർണം കീഴടങ്ങണം. ദശാർണത്തിന് രാജകുമാരന്മാരില്ല, സ്ത്രീ മാത്രം, പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ആലോചിക്കാനുണ്ട്. പക്ഷെ അവൾ യാതൊന്നും ആലോചിച്ചില്ല. ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് അവള് നടത്താണ്. അതായത് നിരമിത്രൻ അവളുടെ ചോയ്സ് അല്ല. അത്രത്തോളം മണിയറ വരെ എത്തിയ ബന്ധം ഒഴിവാക്കിയിട്ട് അവള് പോവുകയാണ്. അത് അവൾ അവിടെ സ്വീകരിക്കപ്പെടും എന്നുള്ള ഉറപ്പിന്റെ മുകളിലാണ്. രാജകുമാരി അവളുടെ വീട്ടിൽ സ്വീകരിക്കപ്പെടുന്നു. അയാളുടെ ദശാർണന്റെ മകളാണ്, അവിടെ സ്വീകരിക്കപ്പെടും. ആ ഉറപ്പില്ലാത്തോണ്ടാണല്ലോ നമ്മള് കാണുന്നില്ലേ, കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മള് നിരവധി ആത്മഹത്യകൾ കാണാണ്. പെൺകുട്ടികള് വിവാഹിതരായിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവരൊക്കെ ഇന്ന് ജീവിച്ചിരുന്നേനെന്ന് ഞാൻ വിചാരിക്കും. അതൊരു വലിയ കാര്യമാണ്. അതായത് അതേപോലെ തന്നെ ഈ നിരമിത്രനും ഒരു വീടുണ്ടല്ലോ, അയാൾക്കും തിരിച്ചു വരാലോ. അയാൾ അപമാനിക്കപ്പെട്ടു, അയാൾ മുറിവേൽക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ഒരിടത്തിലേക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ മുറിയിലേക്ക് ഓടിക്കയറി നമ്മളെ വാതിലടച്ച് എല്ലാത്തിൽ നിന്നും നമ്മളെ പിൻവലിച്ച് നമുക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ വീട്. പക്ഷെ നിരമിത്രൻ എത്രത്തോളം അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പരിത്യക്തനാണ്, അയാൾ എത്രത്തോളം വേണ്ടാത്തൊരു വസ്തുവാണ്, വലിച്ചെറിയേണ്ട ഒരു ജീവിയാണ് എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാവണമെങ്കിൽ ഇനി യാത്ര ചെയ്യണം, കുറച്ചുകൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. എന്തായാലും നിരമിത്രൻ തിരിച്ച് പാഞ്ചാലത്തിലേക്ക് വരുന്നു. ദ്രുപദ മഹാരാജാവ് ഇതിനെടുത്തത് മറ്റൊരു അവസ്ഥയിലാണ്. അയാൾ കോപം കൊണ്ട് ഇത് അറിയിക്കാൻ ചെന്ന ആളെ കൈവച്ച് മുഖമടിച്ച് താഴെ ഇട്ടു എന്നാണ്. അയാൾ വായിൽ നിന്ന് ചോര ഒലിപ്പിച്ചുകൊണ്ട് താഴെ വീണു എന്നാണ്. അത്രയ്ക്ക് ദേഷ്യത്തിലാണ് ദ്രുപദൻ ഈ വാർത്തയെ സ്വീകരിച്ചത്. കാര്യം ഇനി ദശാർണവുമായ ഒരു യുദ്ധമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. രാജ്യത്തിന് ഇത്രയും വലിയൊരു അപമാനം തൻ്റെ മകൻ വരുത്തി വെച്ചിരിക്കുന്നു എന്ന ചിന്തയാണ് ദ്രുപദനെ നയിച്ചത്. ദ്രുപദൻ ആ ദേഷ്യത്തോടു കൂടി തന്നെ നിരമിത്രനെ കാണാനായിട്ട് നിരമിത്രന്റെ അറയിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ അമ്മ ഇടയ്ക്ക് കയറിയിട്ട് അരുത്, അവനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്നുണ്ട്. ഈ പോകുന്ന പോക്കില് നമ്മൾ ഈ ആന ഈ പുല്ലിങ്കട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ദ്രുപദൻ ഈ അമ്മയെയും വലിച്ചുകൊണ്ടാണ് നേരെ നിരമിത്രന്റെ അറയിലേക്ക് പോകുന്നത്. നിരമിത്രനെ ദ്രുപദൻ ശിക്ഷിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് കുറച്ച് കടന്ന കൈയായി പോയി എന്ന് നമ്മൾ പറയേണ്ടി വരും. കാര്യം ഈ അറയ്ക്കുള്ളിലേക്ക്, നിരമിത്രന്റെ അറയ്ക്കുള്ളിലേക്ക് അമ്മയെ വലിച്ചിട്ട് ദ്രുപദൻ കതവടയ്ക്കുന്നു. എന്നിട്ട് സ്വന്തം മകന്റെ മുമ്പിൽ വെച്ച് അമ്മയുടെ ഉടുപ്പുടവകൾ അഴിച്ചുലച്ച്
അവരെ മകൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇയാൾ പ്രാപിക്കുകയാണ്. ഒരു പ്രചണ്ഡമായ വേഗതയിൽ ഇയാൾ ആ സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നു. അവരുടെ എല്ലാ ചെറുത്തുനിൽപ്പുകളെയും എല്ലാ തരം പ്രതിരോധങ്ങളെയും ഒരു പുരുഷന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇയാൾ അമ്മയെ മകൻ്റെ മുമ്പിൽ വെച്ച് ഭോഗിക്കുന്നു. എന്നിട്ട് ഇയാൾ വിളിച്ചു പറയുന്നു, കാണടാ, കാണുതേ, ഇങ്ങനെയാണ് ഒരു പുരുഷൻ പ്രവർത്തിക്കേണ്ടത്. തൻ്റെ സ്ത്രീയോട് ഒരു പുരുഷൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് നീതാ ദേ ഇങ്ങനെ കാണ്, ദേ ഇങ്ങനെയാണത് വേണ്ടത് എന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നു. അവൻ നിരമിത്രൻ അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ച് വാവിട്ട് കരയുകയാണ് അയാൾ അവിടെ ചെയ്തത്. അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പാവം ആ സ്ത്രീയുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കരച്ചിലുകൾക്കും അലച്ചിലുകൾക്കും ഇടയിൽ എവിടെയോ അയാൾ അറിയാതെ അമ്മ നിരമിത്രനെ നോക്കിപ്പോകുന്നു. അതുകൂടി ആയതോടുകൂടി നിരമിത്രൻ നിലവിട്ട് അയാളുടെ തുടയിലൂടെ മൂത്രം ഒലിച്ചിറങ്ങുന്നത് മാത്രം അയാൾ തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞു. കരഞ്ഞപ്പോൾ നിരമിത്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാണ് ഒരു പുരുഷനെങ്കിൽ എനിക്ക് പുരുഷനാവണ്ട. ഇങ്ങനെയാണ് ഒരു പുരുഷൻ പ്രവർത്തിക്കേണ്ടതെങ്കിൽ എനിക്കൊരു പുരുഷനാവണ്ട എന്നാണ് നിരമിത്രൻ കരഞ്ഞ് പറഞ്ഞത്. അവിടെ നിന്ന് ആണ് നിരമിത്രൻ ഇറങ്ങി ഓടിയത്. അതൊരു ആത്മഹത്യയിലേക്കുള്ള യാത്രയായിരുന്നിരിക്കാം. ആ യാത്രയാണ് ഒടുവിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആത്രേയകത്തിൽ നിരമിത്രനെ എത്തിച്ചിട്ടുള്ളത്. ടീച്ചറെ, എനിക്കറിയാം ഈ രംഗം ആണ് ഈ നോവല് വായിച്ച ആരെയും നിർത്തി കത്തിക്കുന്നത് പോലെയാണ്. ഇത് വായിച്ച സമയത്ത് എന്നെ അങ്ങനെ വലിച്ചു കീറുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് കേൾക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ തോന്നും. ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു രംഗം ആണ് ആത്രേയകത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ രംഗം ഉണ്ടായത്. എന്തിനാ ടീച്ചർ ഇങ്ങനെ എഴുതി വെച്ചത്? ഇങ്ങനെയൊക്കെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം. ആക്ഷേപം കേട്ടിട്ടുള്ള ഒരു രംഗമാണ്. ഇതൊരു വയലൻസ് ആണത്. ഭയങ്കര വയലൻസ് ആണ്. വയലൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാല് റേപ്പ് എന്ന് പറയുന്നത് വയലൻസ് ആണ്. അതൊരു സെക്ഷൽ ആക്ടേ അല്ല. ലൈംഗികത എന്ന് പറയുന്നത് അപാരമായിട്ടുള്ള പ്രണയത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രം. ലോകത്ത് എവിടെയെങ്കിലും ലൈംഗികതയെ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാരാ? അതായത് അതാണ് പൗരുഷത്തിന്റെ ലക്ഷണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുരുഷനല്ല താൻ എന്നാണ് നിരമിത്രൻ പറഞ്ഞത്. അത് എല്ലാ പുരുഷന്റെയും നേരെയുള്ള അല്ലെങ്കിൽ പൗരുഷത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി അല്ലത്. അതായത് ലൈംഗികതയെ വയലൻസിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരാളല്ല താൻ. ഇപ്പം കീഴടങ്ങിയ രാജ്യത്തിലെ സ്ത്രീകളെ കീഴടക്കിയ രാജ്യത്തിലെ പട്ടാളക്കാര് റേപ്പ് ചെയ്യാറ് അങ്ങനെ കേട്ടിട്ടുണ്ട്. പടയാളികൾ നടത്തുന്ന ഈ റേപ്പ് എന്ന് പറയുന്നത് അതൊരിക്കലും ആ സ്ത്രീകളുടെ മേലെയുള്ള ലൈംഗികമായ അധിനിവേശം എന്നുള്ളതിനപ്പുറത്ത് അത് ആ രാജ്യത്തോടുള്ള അവരുടെ ഒരു വിജയപ്രഖ്യാപനമാണ്. അത് വളരെ ശുദ്ധമായിട്ടുള്ള അക്രമമാണ്, അതിക്രമമാണ്, വയലൻസ് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു വയലൻസും കൂടി അവിടെ ഉണ്ടായാൽ മാത്രമേ നിരമിത്രൻ ഇത്രയും കാലം അപമാനങ്ങൾ സഹിച്ച, ഇത്രയും കാലം തൻ്റെ നാട്ടിൽ ഒന്നുമല്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു കാരണം വേണം. ഇനി മരിച്ചു കളയാം എന്ന് അയാൾ തീരുമാനിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം അങ്ങനെയാണ് അയാൾ അവിടുന്ന് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് മടങ്ങാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ള രംഗം ആ നോവലിൽ വന്നത്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദശാർണ രാജകുമാരി ഓടിപ്പോയപ്പോൾ നിരമിത്രൻ തപസ്സിന് പോയി എഴുതിയാൽ മതിയായിരുന്നു, അതവിടെ തീർന്നേനെ. എന്തായാലും ഇത്രയുമാണ് നമ്മളിന്ന് ഈ നോവലിലെ കഥാഭാഗം പറയാനും ചർച്ച ചെയ്യാനും ഒക്കെ വിചാരിച്ചിരുന്നത്. നോവൽ ഇവിടെ നിന്ന് വീണ്ടും സഞ്ചരിക്കുന്നുണ്ട്. ആത്രേയകത്തിലെത്തിയ നിരമിത്രന്റെ മുന്നിലേക്ക് കടന്നുകൂടുന്ന വലിയൊരു പ്രശ്നമുണ്ട്, പ്രതിസന്ധി. അത് ദശാർണ രാജാവിൻ്റെ മുന്നിൽ തൻ്റെ പൗരുഷം തെളിയിക്കുക എന്നുള്ളതാണ്. അത് തെളിയിക്കുക എന്നുള്ളത് ഈ നിരമിത്രൻ്റെ മാത്രമല്ല, പാഞ്ചാലത്തിൻ്റെയും കൂടി ആവശ്യമാകുന്നിടത്ത് ഈ നോവൽ ഇവിടെ നിന്ന് മുന്നോട്ട് ഇനിയും സഞ്ചരിച്ചു പോകുന്നുണ്ട്. അതിഗംഭീരമായ വളരെ മനോഹരമായ വായനയും പുതിയ കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് തുറന്നു തരുന്ന ആത്രേയകം എന്ന ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കണം. അത് സമ്മാനിച്ചതിന് രാജശ്രീ ടീച്ചറോട് വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയൊരു ഒരു സങ്കല്പ ദേശം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു, ഒരു സങ്കല്പ കഥാപാത്രങ്ങളിലൂടെ. അത് വലിയൊരു കാര്യം തന്നെ ടീച്ചറെ. വലിയ സന്തോഷം, വലിയ നന്ദി.
അന്ന് ഒരുപാട് അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു നോവൽ നമുക്ക് റീഡിങ് സെഷൻ എന്നുള്ളത് പലപ്പോഴും നമ്മളെ ചിലപ്പോൾ മടുപ്പിച്ചു വന്നിരിക്കാം. പക്ഷെ എങ്ങനെയാണ് ഒരു നോവല് അതുണ്ടായ കാലത്തോടും അത് വായിച്ച മനുഷ്യരോടും സംവദിക്കുന്നത് എന്നുള്ളത് ശരിക്കും ലൈവായിട്ട് കണ്ടത് പ്രിയന്റെ പ്രോഗ്രാമാണ് കേട്ടോ. അതായത് ഒരുപാട് നോവലുകൾ, ഇത് മാത്രമല്ല ഒരുപാട് നോവലുകൾ പ്രിയ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതായത് മുഴുവൻ നോവലും വായിക്കേണ്ട, നമുക്കൊരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് അങ്ങനെയാണ് നോവലുകളെ പരിചയപ്പെടുത്തേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അത് നമ്മളോട് സംസാരിക്കുന്നുണ്ട് പല കാലങ്ങളിൽ. അപ്പം നമ്മൾ ആദ്യം ചെയ്ത അത് ഇതേ ഭാഗം തന്നെ എടുത്തിട്ടാണ് കഴിഞ്ഞ പ്രോഗ്രാം ചെയ്തത്. പക്ഷെ ഇത്തവണ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിൽ ആവർത്തിച്ചിട്ടുള്ളൂ. അതായത് ഒറ്റ ഭാഗം എടുത്തിട്ട് അത് തന്നെ രണ്ടാമത് ചെയ്യുമ്പോഴും പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത്. പഴയ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് അത് മനസ്സിലാവും. കാരണം ഇങ്ങനെ ഇത്തരത്തില് നിരന്തരം വായനകൾ പുതുക്കി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് വായനയുടെ ഒരു തലം മാറിയിട്ടുണ്ട്. പുസ്തകങ്ങളെ, കവിതയെ, കഥയെ, നോവലിനെ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ, യാത്രകളെ, ശാസ്ത്ര ഗ്രന്ഥങ്ങളെ നമ്മുടെ വായനയുടെ രീതിക്ക് അനുസരിച്ചിട്ട് പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതൊരു പുതിയ അറ്റംപ്റ്റ് ആണ്. അപ്പൊ അതിന് തുടങ്ങി വെച്ചത് പ്രിയനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരട്ടെ, എഴുത്തിലായാലും വായനയിലായാലും അവതരണത്തിലായാലും. ഇതൊരു നോവലാണ്. ഇത് പെർഫോമൻസിന്റെ വേറൊരു തലമായിട്ട് ഇതിനെ പരിവർത്തിപ്പിച്ചതിന് എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു സോ മച്ച് സിവേ. ഫെസ്റ്റിവൽ ഓഫ് ഡയലോഗ്സ് 2025 ഞങ്ങളുടെ നന്ദി, സ്നേഹം എല്ലാം ഈ വേദിയിൽ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. Q&A വേണ്ടല്ലോ ടീച്ചർ? എന്തെങ്കിലും ചോദിക്കാൻ ആളുകൾക്ക്? പെട്ടെന്ന് പേജസ് 300 above. Amalgamation of both, you know. I'm loud thinking actually. I was traveling with that Manjal means Pallak. Pallak. Okay, yeah, we call it Pallaki. So, you know, I was also traveling through. I was living with the whole. Lastly, my heart still I'm in the same intense. Thank you so much, ma'am. പെർഫോമിംഗ് ആർട്ടിസ്റ്റിനെ ഈ നോവൽ അവതരിപ്പിക്കാൻ കിട്ടിയെന്നുള്ളതാണ് എന്റെ ഭാഗ്യം കേട്ടോ. He's a very good actor. Yeah, I'm a theatre person also. I used to do theatres a lot. എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടീച്ചറോട് ഉണ്ടെങ്കിൽ ആവാം. പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. എത്ര സമയം എടുത്തു എഴുതാന് ഇതിന് ഒരു 7 years. എങ്ങനെ how you got into this? It's a pictures description. Yeah. And details. She has given the details of each and every character, each and every things, materials. It is amazing. ദാക്ഷായണിയിൽ ഇതിലേക്ക് അതെ വലിയ വ്യത്യാസം, ഭയങ്കര വലിയ വ്യത്യാസമല്ല, പൂർണ്ണമായും വിട്ടിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു, അതായത് പ്രാദേശിക ഭാഷയിലുള്ള നോവലേ അടുത്തതും വരികയുള്ളൂ എന്ന് ആൾക്കാർ വിചാരിച്ചിരുന്നു. കല്യാണിയുടെ സീക്വൽ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ തെറ്റൊന്നുമില്ല, സീക്വലിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതേ ട്രെൻഡിൽ തന്നെ എഴുതാവുന്നതാണ്. പക്ഷെ ഇതാണ് ആദ്യം തുടങ്ങിയത്, ആത്രേയമാണ് ആദ്യം തുടങ്ങിയത്. ഒരുപാട് പാൻ ഇന്ത്യൻ വേർഷൻസ് ഉണ്ടല്ലോ മാം. ഇത് നമ്മുടെ മഹാഭാരതത്തിനും രാമായണത്തിനും ഒക്കെ കൂടുതൽ പാൻ ഇന്ത്യൻ വേർഷൻസ്. നമുക്ക് ഉദാഹരണത്തിന് ഇവിടെ നിഴൽക്കുത്ത് എന്ന് പറയുന്ന കഥ മഹാഭാരതത്തിലേത് കഥ തന്നെയാണ്. പിന്നെ അത് മഹാഭാരതത്തിൽ ഇല്ലാത്തതാണ്, വ്യാസഭാരതത്തിൽ ഇല്ലാത്തതാണ്. അപ്പം അത്തരത്തിൽ ഓരോ ഫോക്ക് വേർഷൻസ് മഹാഭാരതത്തിനുണ്ട് ഓൾ ഓവർ ഇന്ത്യ. ഇപ്പോൾ ത്രിപുരയിലുണ്ട്, മണിപ്പൂരിൽ, പിന്നെ ഒഡീസ, തമിഴ്, പിന്നെ ഇരാവാൻ കഥ തമിഴ് ആണ്. അപ്പോൾ അത്തരത്തിൽ പാൻ ഇന്ത്യൻ വേർഷൻസ് എല്ലാം കൂടി എടുത്തിട്ട് കളക്ട് ചെയ്തിട്ടാണ്. അതാവാം ജൈമിനിയുടെ മഹാഭാരതം എന്നുള്ളൊരു വേർഷൻ കൊടുത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജൈമിനിയുടെ മഹാഭാരതം കത്തിപ്പോയി എന്നാണ്. ഒരിക്കലും ഒരു പുസ്തകവും ഓട്ടോമാറ്റിക്കായിട്ട് കത്തില്ല. ആ പുസ്തകം കത്തിക്കുന്നതാണ്. പുസ്തകം എവിടെയോ ആർക്കോ പറ്റാത്തത് കൊണ്ട് ഏതോ ഒരു ടെക്സ്റ്റിനെ നിലനിർത്തിയിട്ട് മറ്റെല്ലാ ടെക്സ്റ്റുകളും, മറ്റെല്ലാ പാൻ ഇന്ത്യൻ വേർഷൻസും ഇല്ലാതായി. ഒന്ന് മാത്രം വൈശമ്പായനും ജൈമിനി അല്ലേ? രണ്ടുപേരും എഴുതിയത്. രണ്ടുപേരും ഒരേ സാധനമാണ് എഴുതുന്നത്, ഒന്ന് മറ്റേത് പോയി, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ജൈമിനി എഴുതിയിരിക്കാവുന്ന ഒരു വേർഷൻ ആയിരിക്കാം, പെർഹാപ്സ്, അത്രമാത്രം. ഇത് ജൈമിനി ഇങ്ങനെ ആയിരിക്കാം എഴുതിയത്, അതാവാം അത് കത്തിപ്പോയത്. 95% അതിനകത്ത് ഫിക്ഷൻ മാത്രമാണ്. അതായത് ഒന്നുമില്ല, ഇത് മഹാഭാരതത്തിന്റെ ഫാബ്രിക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ.
No, no, നീലം നീലം അല്ല, നീ അമിത്രനാണ്. നിരമിത്രൻ. നിരമിത്രൻ. നീ അമിത്രൻ. നീ എന്ന് പറഞ്ഞാൽ ഇല്ല, അതായത് ഇല്ല, നെഗറ്റീവ് കാണിക്കുന്ന പിന്നെ ഉപസർഗമാണ്. അമിത്രം എന്ന് പറഞ്ഞാൽ ശത്രു, അമിത്രൻ ശത്രു. അപ്പൊ നിരമിത്രൻ ശത്രുക്കളില്ലാത്തവൻ. പേടിയില്ല. മൂപ്പർക്ക് പേടി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതല്ല മാം നമ്മുടെ ഏറ്റവും വലിയ പേടി. ആ പേടിയില്ല, കാണാനില്ല, ഒന്നുമില്ലാത്ത ആൾക്ക് എന്ത് പേടിക്കാൻ? അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് ഭയമില്ല, ശത്രുക്കളും ഇല്ല. താങ്ക് യു. Question. Yeah, it is there in. You will find it in YouTube and podcast also. Because the beauty of the expression in the pure language will be lost otherwise. And I can't read. Oh. I much enjoyed the way you described the whole thing and such important socially relevant points. And I think, ma'am, the way when you said rape is has got nothing sexual to do with it and it's sheer violence, I think that's a very strong statement. Yes. Thank you for saying that. It's very, very important. Thank you. So this, I think that's the reason Niramitran went back home to for you to be able to say that statement out aloud for everybody. Yeah. Thank you so much, ma'am. Thank you. Yeah. കല്യാണി കാര്യം പറയുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ഫെമിനിസ്റ്റ് റീഡിങ്സ് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഈ കഥ പറയുമ്പോൾ മാം അതിനെപ്പറ്റി ട്രോമയെ പറ്റി പറയുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഇഷ്യൂ ആണ് റിലേഷൻഷിപ്പിനെ നെയിം ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ദ പ്യൂരിറ്റി ഓഫ് ടച്ചിനെ പറ്റി പറയുന്നുണ്ട്. എങ്ങനെയാണ് മാം സെൽഫ് ഇവോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അൺലൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പാത്തിലേക്ക് സൊസൈറ്റി നിന്നുകൊണ്ട് ഇങ്ങനെ കാണാൻ ശ്രമിക്കുന്നത്? വലിയ ചോദ്യം. വല്ലാത്ത ചോദ്യമാണ്. അതായത് ഞാൻ വിചാരിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഒരു എൻലൈറ്റൻമെന്റ് വരും. അതായത് നമ്മുടെ എല്ലാ മുൻഗണനകളും മാറും. അത് നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ വീക്ഷണകോണുകൾ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഫിലോസഫി മാറും. അപ്പം എന്തൊക്കെയായിരുന്നു നമുക്ക് അർഹത ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് വിചാരിച്ചിരുന്നത് എന്താണ്, ശരിക്കും നമുക്ക് കിട്ടിയിരുന്നിട്ടുള്ള സ്നേഹം എന്താണ്, അത് കണ്ടീഷണൽ ആയിരുന്നോ അൺകണ്ടീഷണൽ ആയിരുന്നോ, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ രാജ്യങ്ങളൊന്നുമില്ല ത്യജിച്ച് മഹാന്മാരാവാൻ വേണ്ടിയിട്ട്. രാജാക്കന്മാരുടെ കയ്യിൽ, പുരുഷന്മാരുടെ കയ്യിലാണ് സാമ്പത്തികാധികാരം സാമൂഹികാധികാരം ഒക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് അതൊക്കെ ത്യജിക്കാം, അവർക്ക് ആ ത്യാഗത്തിലൂടെ അവർക്കൊരു പ്രിവിലേജ് കിട്ടും, അവർ ആ ത്യാഗത്തിലൂടെ സ്ഥാനപ്പെടും. സ്ത്രീകളുടെ കയ്യിൽ ത്യജിക്കാൻ രാജ്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ എന്നാലും അവരെല്ലാ കാലവും എന്തൊക്കെയോ ത്യജിച്ചുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഗ്നിസാക്ഷിയിൽ അത് കൃത്യമായി എഴുതി വെക്കുന്നുണ്ടല്ലോ. ഉണ്ണി നമ്പൂതിരിയുടെ ഡയലോഗാണ്, ഭോഗത്തിനല്ല ത്യാഗത്തിനാണ് ദാമ്പത്യം എന്ന്. എന്തിനാണ് ഇത് ത്യജിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിനാണെന്ന് മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ എന്ന്. അതായത് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ കുറേ ധാരണകൾ തെറ്റാണ്. ത്യജിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ സങ്കടം അനുഭവിച്ചാൽ മാത്രമേ. ഇപ്പോഴും നമ്മൾ സന്തോഷിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് അറിയാം? കേരളത്തിലുള്ള പെൺകുട്ടികളൊക്കെ തമിഴ് തെലുങ്കൊക്കെ എന്താ പറഞ്ഞോ, ഒരുപാട് ചിരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കൂ. എന്തിനാ അത്? അതായത് നമ്മൾ ചിരിച്ചത്, നമ്മൾ സന്തോഷിച്ചത് ആർക്കോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ സ്വയം ഏൽക്കുന്ന ശിക്ഷയാണ്. നമ്മളെന്തിനാ ആനന്ദങ്ങളെ ഭയക്കുന്നത്? എന്തിനാണ് സന്തോഷങ്ങളെ ഭയക്കുന്നത്? ഈ ലോകം വളരെ സുന്ദരമായിട്ടുള്ളൊരു ലോകമാണ്, മനുഷ്യരുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചു പോകാവുന്ന ഒന്നാണ്. നമ്മളെന്തിനാണ് എവിടുന്നോ കിട്ടാവുന്നൊരു ശിക്ഷയെ ഭയക്കുന്നത്? മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരാളിൻ്റെ സാക്രിഫൈസ് ആണ് നമ്മുടെ സുഖത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ അതൊന്ന് റീതിങ്ക് ചെയ്തൂടെ? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ മറ്റേ ഭാഗത്തു നിന്നുകൊണ്ട് ചിന്തിക്കുക. അതായത് അന്നേരം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, അതേപോലെ തന്നെ മുഴുവൻ ലോകത്തെയും സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരുപാട് പരിക്ക് പറ്റിക്കുന്ന ഒരു ഏർപ്പാടും കൂടിയാണ്. സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പരിക്ക് പറ്റിക്കൊണ്ടേയിരിക്കും. ഒരു ഇടുങ്ങിയ ടണലിലൂടെ താഴേക്ക് ഇറങ്ങുന്ന പോലെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇറങ്ങും. പ്രണയത്തെക്കുറിച്ചുള്ള വളരെ ഒരു നാടൻ തമാശയുണ്ട്. അതായത് ടെലഫോൺ കേബിളിന് എടുക്കുന്ന കുഴി ഉണ്ടല്ലോ, ടെലഫോൺ കേബിൾ ഇടാൻ വേണ്ടി എടുക്കുന്ന കുഴി, അതിൽ കുടുങ്ങിയ പട്ടി എന്ന് പറയും. എന്നർത്ഥം ഇതിനകത്ത് ഇറങ്ങിയാൽ പിന്നെ കയറാൻ പറ്റില്ല. ഈ ടണലിൽ കൂടി ഓടുക എന്നല്ലാണ്ട് കേബിളിൻ്റെ കുഴിയിൽ വീണ പട്ടീനെ പോലെയായി ഞാൻ എന്ന് പറയും. അത് കാരണം എന്ന് വെച്ചാൽ സ്നേഹത്തിൽ കുടുങ്ങി, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഓടിക്കോളാം, അത് തീരുന്നവരെ ഓടണം. മനസ്സിലായില്ല? അതായത് സ്നേഹം വളരെ പരിക്ക് പറ്റിക്കുന്ന ഒന്നാണ്.
ശരിക്കും പ്രണയമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ആ പരിക്കുകളോട് കൂടി തന്നെ അതിനെ സ്വീകരിക്കുക എന്നുള്ളതൊരു നമ്മുടെ ഒരു ആഗ്രഹമാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ എഴുത്തുകളും അത് എഴുതുന്നവരുടെ ആഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടാത്തതെന്ന് ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. 40 വയസ്സ് വരെ ആലോചിക്കുന്ന പോലെയല്ല, 41 മുതൽ മറ്റൊരു ആലോചന വരും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ ആ കൂട്ടത്തിൽ പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരെയും കൂടി കൂട്ടത്തിൽ ഈ തോണിയിൽ കയറ്റാൻ സ്ത്രീകൾക്ക് പറ്റും. കാരണം പ്രിവിലേജ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവർ തെറ്റുകാരാണെന്നൊന്നുമില്ല, അവർക്കത് മനസ്സിലാവില്ല, അവർ പ്രിവിലേജിന്റെ ഭാഗമാണെന്നുള്ളത്. അത് അനുഭവിക്കാത്ത ആൾക്കാർക്ക് അത് കിട്ടാത്ത ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഒരു സ്ത്രീക്കാണ് ഒരു ട്രാൻസ്ജെൻഡറിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രണ്ടുപേരുടെ കയ്യിലും ത്യജിക്കാനൊന്നുമില്ല, എന്നാൽ അവര് ത്യജിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അത് അത്തരത്തിലുണ്ടായെന്ന് വിചാരിക്കുന്നത്. താങ്ക് യു സുവേ. ഇത്രയും നേരം കേട്ടിരുന്നതിന് എല്ലാവരോടും സ്നേഹത്താൽ നന്ദി പറയുന്നു. താങ്ക് യു.